പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് അനുഗ്രഹീതമായ ജീവിതാനുഭവവും സാക്ഷ്യവുമായി ഇന്ന് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ഇന്ന് സാക്ഷ്യം പങ്കിടുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സൂസൻ ഷാജി മസ്കറ്റിൽ നിന്നും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പറയുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിട്ടിരിക്കുന്നു ദൈവകൃപയാല്. ഓക്കെ, അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം കർത്താവിൻ്റെ ദാസിയെ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറയാമോ? തീർച്ചയായും പാസ്റ്റർ. എൻ്റെ പേര് സൂസൻ ഷാജി പാലക്കാമണ്ണിൽ. ഞാൻ മസ്കറ്റിൽ നിന്ന്, ഒമാനിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഞങ്ങൾ ഒമാനിൽ അൽക്കാമിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഞങ്ങളായിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ഷാജി പാലക്കാമണ്ണിൽ. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ഷിൻസൻ ഷാജി പാലക്കാമണ്ണിൽ. മോനെ വിവാഹം കഴിഞ്ഞു. മോന്റെ വൈഫിന്റെ പേര് ജെനിഫർ. അവർ ഇപ്പോൾ കുടുംബമായിട്ട് UK-യിലായിരിക്കുന്നു. രണ്ടാമത്തെ മകൾ ഷാരോൺ ഷാജി, മോള് ഫാർമസി ഡോക്ടറായിട്ട് ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ 2 പേരുമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സിസ്റ്ററിനെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ നാൾ വഴികളെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കാനുള്ള അവസരമാണ്. അപ്പോൾ തന്നെ മാതാപിതാക്കന്മാരെ കുറിച്ചും ജനിച്ചു വളർന്നതായ സാഹചര്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചൊക്കെ ഉള്ള നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പങ്കുവയ്ക്കാം. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും പറയാം. എൻ്റെ സ്വന്തം വീട് കുമ്പനാടാണ്. എൻ്റെ കല്യാണം കഴിച്ചിരിക്കുന്നത് റാന്നി തീയാടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു മർത്തോമ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതാണ് എൻ്റെ മദറിലോ ആദ്യമായിട്ട് ആ കുടുംബത്തിൽ നിന്ന്. അങ്ങനെ പിന്നീട് സഹോദരങ്ങളും എൻ്റെ ഫാദറിലോയും എല്ലാവരും വിശ്വാസത്തിലേക്ക് വരുവാനിടയായി. ദൈവകൃപയാല് ഇപ്പോൾ മാതാവ് സന്തോഷത്തോടെ നാട്ടിലാണ്. ഇപ്പോൾ ഫാദറിലോ മരിച്ചുപോയി. പിന്നെ ഇപ്പോൾ എൻ്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് 2 സഹോദരങ്ങളായിരുന്നു, 2 സഹോദരിമാർ. അതിൽ ഒരാള് നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഒരാള് കർത്താവിന്റെ വേലയിൽ കുടുംബമായിട്ട് പത്തനംതിട്ടയിൽ അവരെ ഇപ്പോൾ താമസിക്കുന്നത് ഇലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ ആയിരിക്കുന്നു. പിന്നെ എൻ്റെ സഹോദരങ്ങള്, എനിക്ക് 2 ബ്രദേഴ്സ് ആണുള്ളത്. അവർ 2 പേരും കുടുംബമായിട്ട് ഖത്തറിന്റെ പ്രദേശത്തായിരിക്കുന്നു. എൻ്റെ മാതാപിതാക്കള് നിത്യതയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം. പിന്നെ ഞങ്ങൾ ജനിച്ചു വളർന്നത് ഞാൻ 4 വയസ്സ് വരെ. എൻ്റെ പിതാവൊക്കെ ബഹ്റിന്റെ പ്രദേശത്തായിരുന്നു ആദ്യം. അങ്ങനെ ഞാൻ 4 വയസ്സ് വരെ എൻ്റെ കുട്ടിക്കാലം ഞങ്ങൾ ബഹ്റിലായിരുന്നു. ബഹ്റിനിൽ നിന്നാണ് പിന്നെ നാട്ടിലേക്ക് വരുവാനിടയായത്. ഞാൻ പിന്നെ പഠിച്ചതൊക്കെ തിരുവല്ല നിക്കോൾസൺ ഗേൾസ് ഹൈസ്കൂളിൽ കുറച്ച് നാൾ പഠിച്ചു. അതിനുശേഷം ഇരവിപേരൂർ സെന്റ് ജോൺസിൽ പഠിക്കുവാനിടയായി. പിന്നെ എൻ്റെ കോളേജ് വിദ്യാഭ്യാസകാലം കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത്. ഇതാണ് എൻ്റെ വിദ്യാഭ്യാസ കാലം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വിവാഹം നടന്നു കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ ഒമാനിലേക്ക് വരുവാനിടയായി. 91 നവംബറിലായിരുന്നു ഞങ്ങളുടെ വിവാഹം.
അത് കഴിഞ്ഞതിന് ശേഷം ഒമാനിലേക്ക് വരുവാനിടയായി. ഇവിടെയായിരുന്നു എൻ്റെ ഹസ്ബൻഡിന്റെ പപ്പായും മമ്മിയും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കാനിടയായി. പിന്നീട് അന്ന് എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ അല്ലായിരുന്നു. അന്ന് ഇവിടെ ഒമാന്റെ സ്റ്റേറ്റ് വോളിബോൾ പ്ലെയർ ആയിരുന്നു. എന്നാൽ പിന്നീട് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെട്ടു. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളവനാണെന്നും അങ്ങനെ അനേക ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വരുവാനിടയാവും. അങ്ങനെ ആ സമയങ്ങളിലൊക്കെ ദൈവം ശക്തമായ ദൂത് അറിയിക്കും. കർത്താവിന് വേണ്ടിയുള്ളവനാണ്, കർത്താവിന് വേണ്ടി വേർതിരിയണം. അങ്ങനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനിടയായി. അതിനുശേഷം ഒരു കർത്തൃദാസനിൽ നിന്ന്, അതായത് സൈമൺ വിൽഫ്രഡ് എന്ന് പറയുന്ന ഒരു ദൈവദാസനിൽ നിന്ന് കൈവപ്പ് ശുശ്രൂഷ ലഭിക്കാനും 96 അത് കഴിഞ്ഞ് 2002 പാസ്റ്റർ കെ ജോയി കോർഡിനേഷൻ കൊടുത്ത് അങ്ങനെ കർത്താവിന്റെ വേലയിലേക്ക് തിരിയുവാനായിട്ട് ദൈവം സഹായിച്ചു. ആകട്ടെ, ഒമാനില് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? കർത്താവിന്റെ വേലയെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും. ഞങ്ങളിവിടെ ഒമാൻ IPCയുടെ കുമ്മനാടുമായിട്ടുള്ള ബന്ധത്തിലാണ് ആയിരിക്കുന്നത്. IPCയുടെ റീജിയന്റെ പ്രസിഡന്റായിട്ട് എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് 7 ചർച്ചുകളോളം ഇപ്പോൾ ഉണ്ട് നിലവില്. ഈ കോവിഡ് കാലയളവിലാണ് ഇത് കൂടുതലായിട്ട് മുന്നോട്ട് വരുവാനിടയായത്. അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചർച്ചുകളിലൊക്കെ വിസിറ്റ് ചെയ്ത് അതുപോലെ അനേക ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്ന അനേക ദൈവദാസന്മാരെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ അനേക ദൈവ മക്കളെ കർത്താവിലേക്ക് നേടിയെടുപ്പാൻ ദൈവം സഹായിക്കുന്നു. ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. കാരണം നമുക്ക് ഒന്നും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിപ്പാനും ദൈവശക്തി തന്നെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ ദൈവം പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ദേശത്തിന്റെ നെടുകയും കുറുകെ ഓടിക്കുവാൻ ദൈവം കഴിഞ്ഞ നാളുകളിൽ ദൈവം സഹായിച്ചു. അനേകരെ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നും അതുപോലെ കാത്തലിക് അങ്ങനെ വിശ്വാസങ്ങളിൽ നിന്നൊക്കെ അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അനേക അത്ഭുതങ്ങൾ ഇവിടെ കാണുവാൻ ദൈവം സഹായിച്ചു. തളർന്നു കിടക്കുന്ന, അരയ്ക്ക് താഴോട്ട് തളർന്നു കിടന്ന ഒരു രോഗിയൊക്കെ കർത്താവ് സൗഖ്യമാക്കിയത് ഞങ്ങളുടെ കണ്ണാൽ കാണുവാൻ ദൈവം സഹായിച്ചു. അതിന് പ്രകാരം ഒരുപാട് പേര് കർത്താവിലേക്ക് കടന്നു വരുവാനൊക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ അനേക അത്ഭുത പ്രവർത്തികൾ ഞങ്ങൾക്ക് ഈ ദേശത്ത് കാണുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറബികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് ബൈബിൾ കൊടുക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ മുന്നോട്ടിങ്ങനെ ദൈവം നടത്തുന്നു. ഓക്കെ, എന്താണ് സിസ്റ്റർ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? തുടർന്ന് സംസാരിക്കാം. എനിക്ക് പറയാനുള്ളത്, നമ്മളെ തലമുറയായി കരുതുന്നൊരു ദൈവം തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഭവിച്ചറിയാനൊക്കെ. എൻ്റെ ജീവിതത്തിൽ അത് വളരെ ശക്തമായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് അതെൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ എൻ്റെ ദൈവം സഹായിച്ചു. കാരണം കഴിഞ്ഞ നാളുകളിൽ എൻ്റെ വല്യപ്പച്ചനാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വരുന്നത്, എൻ്റെ പിതാവിൻ്റെ പിതാവ്. അതായത് ഏതാണ്ട് ഒരു 100ഓളം വർഷം എന്ന് പറയാം. കാരണം IPCയുടെ ആ പ്രസ്ഥാനം തുടങ്ങിയ നിമിഷം ആ സമയം മുതൽ എൻ്റെ വല്യപ്പച്ചന്റെ ആ ഒരു ഇത് പറയുന്നതെന്ന് വെച്ചാൽ, കാരണം ഒരു മർത്തോമക്കാരനായിരുന്നു അപ്പച്ചൻ, ഒരു നല്ല കൃഷിക്കാരനുമായിരുന്നു. ആ സമയത്ത് അപ്പച്ചൻ ഒരു ദിവസം കൃഷി സാധനങ്ങൾ, അപ്പച്ചൻ വിശ്വാസത്തിലേക്ക് വന്നതിന്റെ ആ ഒരു ഇതാ ഞാൻ പറയുന്നത്. അപ്പച്ചന് ഒരു ദിവസം കൃഷി സാധനങ്ങളുമായിട്ട് ഒരു വലിയ കുട്ടയിലാക്കി അപ്പച്ചൻ ഇങ്ങനെ മാർക്കറ്റിലേക്ക് നടന്നു പോകുമ്പോൾ, അതായത് വെളുപ്പിനെ നല്ല ഏതാണ്ട് 3:30-4 മണി സമയമായി കാണും. ആ സമയത്ത് ഈ സാധനങ്ങളുമായിട്ട് മാർക്കറ്റിലേക്ക് നടന്നു പോകുമ്പോൾ അപ്പച്ചന്റെ പേര് യോനാച്ചൻ എന്നാണ്. എൻ്റെ വീട്ടുപേര് താന്നിക്കൽ എന്നാണ്. അപ്പം അപ്പച്ചന്റെ പേര് വിളിക്കുന്ന കേട്ടത് കൊണ്ട് അപ്പച്ചൻ പെട്ടെന്ന് വളരെ ബന്ധപ്പെട്ട് തിരിഞ്ഞു നിന്നാണ്. പക്ഷെങ്കില് റോഡിൽ ആരെയും കാണാനായിട്ട് സാധിച്ചില്ല. റോഡ് വിജനമായിട്ട് കിടക്കുന്നു. ആരാണ് എന്താണ് വിളിച്ചതെന്ന് മനസ്സിലായില്ല. പിന്നെ മുന്നോട്ട് നടന്നപ്പോൾ വീണ്ടും അപ്പച്ചന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പച്ചൻ അന്നേരം അവിടെ നിന്നപ്പോൾ ഇങ്ങനെയാണ് ശബ്ദം കേൾക്കുവാനിടയായത്. ഈ സാധനങ്ങളുമായിട്ട് എൻ്റെ ദാസനായ പാസ്റ്റർ KE എബ്രഹാമിന്റെ ഹെബ്രോനുള്ള
ഭവനത്തിലേക്ക് ഇത് കൊണ്ടു കൊടുക്കാൻ ഇങ്ങനെ അപ്പച്ചനോട് ഒരു ശബ്ദം അപ്പച്ചൻ കേൾക്കുവാനിടയായി. അങ്ങനെ അത് കേട്ടത് നിമിഷം അപ്പച്ചൻ അവിടെ നിന്ന് വീണ്ടും ആ ഹെബ്രോൻ പുരത്തേക്ക് അപ്പച്ചൻ നടക്കുവാനിടയായി. അങ്ങനെ ആ സാധനങ്ങളുമായിട്ട് അപ്പച്ചൻ അവിടെ ചെന്നപ്പോൾ സാറമ്മച്ചി പ്രാർത്ഥിച്ചോണ്ട്, സാറമ്മച്ചി ഞാൻ ഉദ്ദേശിച്ച കെ എബ്രഹാം അപ്പച്ചന്റെ വൈഫ്, അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് തളർന്നുറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുവാനിടയായത്. കാരണം കെ എബ്രഹാം പാസ്റ്റർ അവിടെ ഏതോ ഒരു സ്ഥലത്ത് വളരെ ദൂരെ എന്തോ മീറ്റിങ്ങിന് കടന്നു പോയിരിക്കുക. ചില ദിവസങ്ങൾക്ക് ശേഷമേ മടങ്ങി വരികയുള്ളൂ. കാരണം അന്നൊക്കെ വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ വളരെ ദൂരം യാത്ര ചെയ്ത് പോയിരിക്കുന്നതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമേ മടങ്ങി വരത്തുള്ളൂ. അങ്ങനെ അപ്പച്ചൻ ഈ വിവരം അറിഞ്ഞപ്പം ഈ ഉണ്ടായ സംഭവം എല്ലാം അമ്മച്ചിയോട് പറയുവാനിടയായി. അമ്മച്ചിക്ക് ഇത് മനസ്സിലായി. ദൈവം അമ്മച്ചിയോട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം അവിടെ ഇറക്കി വെച്ചിട്ട് അപ്പച്ചൻ പറഞ്ഞു, ഇതിവിടെ തരാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ തിരിഞ്ഞു പോകാൻ നേരം അമ്മച്ചി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ടിടയായി. അങ്ങനെ അപ്പച്ചൻ ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അപ്പച്ചന്റെ ഹൃദയത്തില് വളരെ ദൈവസ്നേഹം നിറയുവാനിടയായി. കാരണം തന്റെ ഭക്തന്മാരെ കരുതുന്ന ഒരു ദൈവത്തെ കുറിച്ച് അപ്പച്ചന് മനസ്സിലായി. കാരണം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രതിയാല് ഇത്രയും ആ വീടിന്റെ അവസ്ഥകളെ കുറിച്ച് നമ്മെ നന്നായി കാണുന്ന ഒരു ദൈവമുണ്ടല്ലോ, നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ, തന്റെ ഭക്തന്മാരെ എത്ര ശ്രേഷ്ഠമായിട്ടാണ് കരുതുന്നെന്ന് അപ്പച്ചൻ അവിടെ വെച്ച് മനസ്സിലായി. അങ്ങനെ അപ്പച്ചൻ കണ്ണുനീരോടുകൂടി അവിടെ നിന്നപ്പോൾ അപ്പച്ചന് വീണ്ടും ഒരു വാഗ്ദത്തം കേൾക്കുകയാണ്. നീ എന്റെ വാക്ക് കേട്ട് അനുസരിച്ചത് കൊണ്ട് ഞാൻ നിന്നെയും നിന്റെ തലമുറയായി ഞാൻ നിന്നെ കരുതുന്ന ദൈവമെന്ന്. നിന്റെ ഹല്ലേലൂയ സ്തോത്രം, നിന്റെ തലമുറ ഒരു നാളും അന്നത്തിന് മുട്ടുണ്ടാകുകയില്ല എന്നുള്ള ആ വാഗ്ദത്തം എന്റെ അപ്പച്ചന് ലഭിക്കാനിടയായി. അപ്പച്ചൻ അവിടെ വെച്ച് തന്നെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു. അപ്പച്ചൻ അവിടെ വെച്ച് രക്ഷിക്കപ്പെടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. പിന്നത്തേതില് അപ്പച്ചൻ കർത്താവിന് വേണ്ടി വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കാനിടയായി സാറപ്പച്ചന്റെ കൂടെയൊക്കെ. കാരണം പിന്നീട് അപ്പച്ചന് സ്നാനപ്പെട്ട് നല്ലൊരു അന്ത്യം പ്രാപിപ്പാനിടയായി. എന്റെ വല്യപ്പച്ചനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഫാദറിന്റെ 13ാമത്തെ വയസ്സിലാണ് വല്യപ്പച്ചൻ മരിക്കുന്നത്. എന്നാൽ വളരെയധികം ദൈവത്തിന് വേണ്ടി ആ ചുരുങ്ങിയ കാലയളവിൽ ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കാനൊക്കെ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് എന്റെ വല്യപ്പച്ചൻ ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നത്. അത് ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാനിടയായി. ആ വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിപ്പാനിടയായി. കാരണം ഞാന് കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 114 പാട്ടുകളോളം എഴുതുവാൻ എനിക്ക് ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. അതിലൊരു പാട്ട് ഈ അനുഭവത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ എന്റെ സഹോദരങ്ങൾ ഖത്തറിന്റെ പ്രദേശത്തായിരുന്നു എന്ന്. ഖത്തറിന്റെ പ്രദേശത്ത് നിന്ന് എന്റെ ഫാദറും മദറും എല്ലാം അവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുഞ്ഞുങ്ങളുടെ വെക്കേഷന് അവിടേക്ക് പോകാനിടയായി. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് അവിടെ വെച്ച് വളരെ സന്തോഷത്തോടെ എല്ലാ കുഞ്ഞുങ്ങളും സഹോദരങ്ങളും മാതാപിതാക്കളുമായിട്ടൊക്കെ ഒന്നിച്ച് വളരെ സന്തോഷത്തോടുള്ള നിമിഷങ്ങളായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മടങ്ങി വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ വെച്ച് ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുവാനിടയായി. വളരെ സന്തോഷത്തോടുള്ള നിമിഷങ്ങളായിരുന്നല്ലോ. എന്റെ ദൈവം എത്ര ശ്രേഷ്ഠമായിട്ട് കരുതിയെന്ന്. ആ സമയം പെട്ടെന്ന് എന്റെ കാതുകളില് ദൈവശബ്ദം മുഴങ്ങാനിടയായി. ആ വാഗ്ദത്തം മുഴങ്ങാനായി ഇടയായി. എന്റെ വല്യപ്പച്ചനോട് പറഞ്ഞ വാക്കുകൾ, തലമുറയായി, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്നെ കരുതുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ആ സമയം തന്നെ ഞാൻ പെട്ടെന്ന് എനിക്ക് ദൈവം ഒരു പാട്ട് തരുവാനിടയായി. ആ പാട്ടാണ്, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ, നീ എന്നെ ഓർക്കുവാൻ എന്റെ ഗ്രഹം എന്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം ആർക്ക് വർണ്ണിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ പാട്ട് ഞാൻ അവിടെ ആ ഫ്ലൈറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ അത് മുഴുവൻ എഴുതുവാനായിട്ട് ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് കരുതിയ ദൈവത്തിന്റെ ഉയർത്തിയ ദൈവത്തിന്റെ ആ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. കാരണം എന്റെ വല്യപ്പച്ചൻ മർത്തോമ അനുഭവത്തിൽ നിന്ന് പെട്ടെന്ന്, കാരണം ഒരു നല്ല കൃഷിക്കാരനായിരുന്നു, എന്നാൽ തന്നോട് ദൈവം പറഞ്ഞത് അനുസരിക്കുവാനുള്ള നല്ല മനോഭാവം കാണിച്ചത് കൊണ്ട് ഇന്ന് ഞങ്ങൾ തലമുറകളെ എല്ലാവരെയും തന്നെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു മാനിച്ചു ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും മതിയാകയില്ല. ദൈവത്തിന് സ്തോത്രം. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ പാട്ടുപാടും.
സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എന്റെയും ജീവിതത്തിൽ ഹല്ലേലൂയ അത് പറയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനെ സ്തുതിക്കും. എനിക്ക് 114 പാട്ടുകൾ എന്ന് പറഞ്ഞാൽ 114 പാട്ടുകൾ എന്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാണ്. ഇവിടെ ഞങ്ങളുടെ ശുശ്രൂഷ വേളകളിൽ അനേകർ പ്രാർത്ഥിക്കുവാൻ ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും ആ വിഷയവുമായി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് എന്റെ കർത്താവ് എനിക്ക് ഹല്ലേലൂയ പാട്ടുകൾ നൽകി തരുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ ഒരു വചനം തന്നെ എന്നെ ഉറപ്പിക്കും. ആ വചനം എന്റെ നാവിന്മേൽ ഇരുന്ന് അപ്പോൾ തന്നെ അത് പാട്ടായിട്ട് എനിക്ക് എന്റെ പാട്ടുകളുടെ എല്ലാം ട്യൂൺ ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് ദൈവം തരുന്നതാണ്. അല്ലാതെ ആ ഒരു വചനം നമ്മുടെ നാവിൽ തരുമ്പോൾ തന്നെ ട്യൂണോടുകൂടി ആണ് എന്റെ കർത്താവ് എനിക്ക് പാട്ടുകൾ നൽകി തരുന്നത്. അങ്ങനെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉയർത്തിയ എന്നുള്ള ആ പാട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാനിടയായി. ആ പാട്ട് അനേകർക്ക് ഇന്ന് ആശ്വാസമായി കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അത് ക്രൈസ്തവ കേരളി ഒന്നടങ്കം അത് ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം ദൈവത്തിൽ. ഹല്ലേലൂയ. അനേകർക്ക് അതിന്റെ ഓരോ ലൈനും അനുഗ്രഹമാണ്, വിടുതലാണെന്ന് എനിക്ക് എപ്പോഴും ഫോൺ കോളുകൾ വരികയും ഇത് കേൾക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എന്റെ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുവാനിടയാകും. എനിക്കൊന്നും പുകഴുവാനില്ല. എന്റെ കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രതികാല ഹല്ലേലൂയ. അനേക വിടുതലുകൾ ഞങ്ങൾക്ക് ഈ ദേശത്ത് കാണുവാൻ ഇടയായിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളില് എനിക്ക് ഒരു അനുഭവം, എന്റെ ഒരു പാട്ടിന്റെ അനുഭവം പറഞ്ഞാല്, ഞങ്ങള് ഒരു വിഷയത്തിന് വേണ്ടി സൗദിയിലുള്ള ഒരു ഫാമിലി ആയിരുന്നു. ആ ഫാമിലിയിലെ ഒരു മകൻ ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. ആ മകന് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. എന്നാൽ തനിക്ക് ബോധമെല്ലാം മറിഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് തനിക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്നുള്ളത്. അങ്ങനെ വളരെ ദുഃഖത്തോടെ ആ ഫാമിലി ഇരിക്കുമ്പോഴാണ് എന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് പറയുവാനിടയായി. ഞാനും എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ദിവസം അവർ സൂമിൽ കൂടി പ്രാർത്ഥിക്കാമെന്നുള്ള തീരുമാനം എടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ആന്റി എന്നെ വിളിച്ചു പറയാനിടയായി. ഒരുപാട് പേരിങ്ങനെ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും തനിക്ക് ഒരു കുറവ് ഇല്ല എന്നറിഞ്ഞിട്ട് മോൻ വളരെ ഭാരപ്പെട്ടിട്ട് ഇനി ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രയാസത്തിൽ കൂടെ വന്നു. എന്നാൽ അത് മാതാപിതാക്കൾക്ക് വളരെ വേദനയായിരുന്നു. എന്നാൽ മോൻ അറിയാതെയാണ് ഞങ്ങളെ വിളിച്ച് ഞങ്ങളിങ്ങനെ രാത്രിയിൽ ഇവിടുത്തെ 11 മണിയായപ്പം ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ മകന് അകത്തേക്ക് അവരിരുന്ന റൂമിലേക്ക് കയറി വന്ന് എന്തോ ആവശ്യം പറഞ്ഞിട്ട് കടന്നു വന്നു. പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അവിടെ നിന്നു. ഈ ആന്റി വളരെ പ്രയാസപ്പെട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഭാരപ്പെട്ടു. എന്നാൽ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, ആരാ അവിടെ വന്നെന്ന് ചോദിച്ചു. പറഞ്ഞു എൻ്റെ മകനാ. എന്നാ മോനോട് ഇവിടെ ഇരിക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ എന്നാൽ പെട്ടെന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അനുസരിച്ച് അവിടെ വന്ന് ഇരിക്കാനിടയായി. അവിടെ വന്നിരുന്നു കഴിഞ്ഞ് തന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് കർത്താവിനെ കുറിച്ച്, കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചും, കർത്താവ് നമുക്ക് നൽകി തരുന്ന സൗഖ്യത്തെ കുറിച്ചും, കർത്താവിന് ഒന്നും അസാധ്യമായതില്ല എന്ന് തന്നെ ബോധ്യപ്പെടുത്തി സുവിശേഷത്തിൽ കൂടെ പറഞ്ഞു കൊടുക്കുവാനിടയായി. അങ്ങനെ പറഞ്ഞു കൊടുത്ത സമയത്ത് ഈ മോൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അത് ഏറ്റെടുത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കൊടുത്ത കർത്താവിൽ സമർപ്പിച്ച് പറഞ്ഞു കൊടുത്ത വചനങ്ങളെല്ലാം ഏറ്റുപറയാനിടയായി. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിച്ച നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ നാവിൽ ദൈവം തന്നു, എൻ്റെ യേശു എന്നെ തൊട്ടാൽ പൂർണ്ണ സൗഖ്യമാണ്. യേശു എന്നെ തൊട്ടിടുമ്പോൾ സൗഖ്യം നൽകും, വിടുതൽ എൻ്റെ യേശു നൽകുമെന്നുള്ള പാട്ട് എനിക്ക് ഇങ്ങനെ നാവിന്മേൽ തന്നു. എനിക്കറിയാം ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പാട്ട് എനിക്ക് നൽകി തന്നാൽ ആ വിഷയത്തിനൊരു പൂർണ്ണ വിടുതലാണെന്നുള്ളത്. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ആ പാട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എഴുതി ഞാനത് എൻ്റെ ഫോണിൽ പിടിക്കുവാനിടയായി. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഈ മീറ്റിംഗ് എല്ലാം ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ ആന്റിക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആന്റി എനിക്ക് ദൈവം ഇങ്ങനെ ഒരു പാട്ട് നൽകി തന്നിട്ടുണ്ട്, ഈ പാട്ട് വിശ്വസിച്ചേറ്റ് പാടുക, ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ഏറ്റെടുത്തു. അവർ കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ, വാഹനങ്ങളിൽ, അവർ ഭവനത്തിലായിരിക്കുമ്പോഴും മീറ്റിങ്ങിലായിരിക്കുമ്പോഴൊക്കെ ഈ പാട്ട് പാടുവാൻ, ഇന്ന് യൂട്യൂബിനകത്ത് ആ പാട്ടുണ്ട്, സൗഖ്യദായകൻ എന്നുള്ള പാട്ട്. അപ്പോൾ ആ പാട്ട് നമ്മുടെ ഫ്ലെവിയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആന്റി അത് ഏറ്റെടുത്ത് എല്ലാവരും ഈ മോനും എല്ലാം ഈ പാടുവാനായിട്ട് തുടങ്ങി. അങ്ങനെ പാടി ദൈവം അത്ഭുതകരമായ ഒരു, പിന്നീട് താന് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ദൈവം ഒരു അത്ഭുത വിടുതൽ അവിടെ കൊടുക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആ വിവരം ഞങ്ങളെ വിളിച്ചു പറയുവാനിടയായി.
ഞങ്ങള് നാട്ടിൽ ചെന്ന സമയത്ത് പെട്ടെന്ന് ആന്റി എനിക്ക് ഒരു ഫോൺ ചെയ്തു. മോളെ, ഇതെന്തായാലും ഈ പാട്ട് പുറത്തിറക്കണം. കാരണം ഞങ്ങൾക്ക് സൗഖ്യം തന്ന ദൈവം അനേകരെ വിടുവിക്കാൻ ശക്തനാണെന്നുള്ളത് അനേകരറിയണം. അതുകൊണ്ട് ഈ പാട്ട് മോള് സാക്ഷ്യ സഹിതം ഇത് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ പറയാനിടയായി. സ്തോത്രം. അങ്ങനെ ഞാന് വളരെ തിരക്കേറിയ ദിവസങ്ങളായിരുന്നുവെങ്കിലും ഞങ്ങൾ അവിടെ ആ പാട്ട് ഇറക്കി. പാസ്റ്റർ ഫ്ലവിയാണ് ആ പാട്ട് പാടുന്നത്. അങ്ങനെ ആ പാട്ട് ഇറക്കുവാനിടയായി. സൗഖ്യദായകൻ എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ആ പാട്ട് ഇറക്കി അനേകര് പിന്നീട് എന്നെ വിളിക്കുവാനിടയായി. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വലിയ ആശ്വാസമാണ്. എന്റെ കർത്താവ് വിടുവിക്കുന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ കഴിഞ്ഞു എന്ന് ഇങ്ങനെ കേൾക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഓരോ പാട്ടുകളുടെയും അനുഭവം ഒരുപാടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ തന്നെ ശുശ്രൂഷ വേളകളില് ഒരു കൊടുങ്ങല്ലൂരിലുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഇവിടെ തന്നെയാണ്. അവര് ഹൈന്ദവ ഫാമിലി ആയിരുന്നു. അവര് രാമനാഥൻ, അനിത എന്നാണ് അവരുടെ പേര്. എന്നാൽ ഞാൻ അനിതേച്ചി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളെക്കാളൊക്കെ ഒത്തിരി മൂത്തതാ. അപ്പം ഒരു ദിവസം ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ ഒരു ആരാധന കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരുമ്പോഴ് ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഗേറ്റിന്റെ അവിടെ ഒരാൾ നിൽക്കുന്നു. പെട്ടെന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് വന്ന് എന്റെ വൈഫിന് വേണ്ടി ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ അനേക അത്ഭുതങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ദൈവം അത്ഭുതം ചെയ്യുന്നു എന്ന് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് അറിയുന്നത് ആ സഹോദരി പിന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ തളർന്ന് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. കണ്ണിന്റെ കാഴ്ച പോലും ചെറുതായി മങ്ങിപ്പോയി. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഈ ഞങ്ങൾ നാഥൻ ബ്രദർ എന്നാണ് വിളിക്കുന്നത്. നാഥൻ ബ്രദർ ആണ് അവിടെ എല്ലാം കാര്യങ്ങളും ചെയ്ത്. 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങളെയും സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്, അവർക്ക് ടിഫിൻ ഉണ്ടാക്കുന്നത് എല്ലാം അദ്ദേഹമാണ്. അത് കഴിഞ്ഞാണ് താൻ ജോലിക്ക് കടന്നു പോകുന്നത്. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. എന്നാല് ഈ ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾ രാത്രി ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞാണ് വന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ കടന്നു പോകുന്നത്. ഏതാണ്ട് ഒരു 10:30-11 മണിയായപ്പോൾ അവരുടെ ഭവനത്തിൽ ഞങ്ങൾ കടന്നു ചെന്നു. അവിടെ ചെന്ന് അവരോട് സുവിശേഷം പറഞ്ഞു. ഞങ്ങൾക്കൊന്നിന് കഴിവില്ലെന്നാല് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് സകലതും സാധ്യമാണ്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്നുള്ള ഞങ്ങൾ പറയുവാനിടയായി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അവരതിന് പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കാൻ തയ്യാറായി. ആ സഹോദരി ഞങ്ങളോട് ഇങ്ങനെയാണെന്ന് പറഞ്ഞത്: എനിക്ക് ജീവിച്ചു മതിയായിട്ടില്ല, കൊതി തീർന്നിട്ടില്ല. എന്റെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ, എന്റെ ഹസ്ബൻഡിനെ ഒക്കെ നന്നായി നോക്കണം എനിക്ക്. അത് മാത്രമല്ല, ഞാന് അവരുടെ കുടുംബത്തിൽ തന്നെ അവർക്ക് അമ്പലമുണ്ട്. അപ്പൊ ആ അമ്പലത്തിൽ വിളക്കൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഈ സഹോദരിയായിരുന്നു നാട്ടിൽ വെച്ച്. എന്നാല് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം എന്ന് പിന്നീട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാന് വിളക്ക് വെച്ച അമ്പലങ്ങളിലൊക്കെ നേർച്ച നേർന്നു, എന്നിട്ടൊന്നും ഒരു വിടുതൽ ലഭിച്ചില്ല. എന്നാൽ നിങ്ങൾ പറയുന്ന ദൈവത്തിന് എന്നെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ എന്റെ ശ്വാസം പോകുന്ന അന്ന് വരെ എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്ന ആ സഹോദരി ഒരു പൂർണ്ണ തീരുമാനമെടുക്കാനിടയായി. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആ തീരുമാനത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ച ആ നിമിഷം അവിടെ ഒരു വലിയ ദൈവ സാന്നിധ്യം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇറങ്ങുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരം അവിടെ ചലിക്കുവാനിടയായി. ഞങ്ങൾ പ്രാർത്ഥിച്ച് മടങ്ങി ഭവനത്തിൽ വന്നു കഴിഞ്ഞ് രാവിലെ ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾക്കൊരു കോൾ വരികയാണ്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. നാഥൻ ബ്രദർ ആണ് ഞങ്ങളെ വിളിച്ചത്. വളരെ സന്തോഷത്തോടെ. കാരണം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: പാസ്റ്ററെ, ഞാൻ എഴുന്നേറ്റപ്പോൾ അനിതയെ കാണാനില്ല. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പെട്ടെന്ന് അനിതയെ വിളിച്ച് ഞാൻ നോക്കിയപ്പോൾ കിച്ചണിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ റെഡിയാക്കുന്ന കാണുന്നെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത്. ഞങ്ങളെ കുഞ്ഞുങ്ങളെ വിട്ടു കഴിഞ്ഞു ഉടനെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരിക്ക് കുഞ്ഞുങ്ങളെ വിട്ടു ഞങ്ങൾ പതുക്കെ നടന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വരാൻ തുടങ്ങി. അന്ന് രാവിലെ വന്നു. വളരെ സന്തോഷത്തോടെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വിവരിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. പ്രത്യാൽ ആ കുടുംബം ഇന്ന് വരെ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ, പിന്നീട് ഇവിടെ സ്നാനപ്പെടുവാനും, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ആ കുടുംബങ്ങൾ, അവരുടെ സഹോദരങ്ങളെല്ലാം വിശ്വാസത്തിലേക്ക് വരുവാനെല്ലാം ദൈവം കാരണമാക്കി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിശയ പ്രവൃത്തികൾ, ഹല്ലേലൂയ, ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒരു സഹോദരന്റെ കൂടെ ഒരു അനുഭവം ഞാൻ പറയാം.
ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരനാണ്, തിരുവനന്തപുരംകാരന്. 25 വയസ്സേ പ്രായമുള്ളൂ. തനിക്ക് പെട്ടെന്ന് തന്റെ അരയ്ക്ക് താഴോട്ട് തളർന്നു പോകാനിടയായി. വളരെ ഒരു പ്രയാസമുള്ള ഒരു കുടുംബത്തിലാണ് താൻ അംഗമാണ്. അങ്ങനെ ഈ ഇദ്ദേഹത്തിന്റെ സാലറിയും കാര്യങ്ങളും കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് തന്നെ. എന്നാല് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടു. തന്റെ കൂട്ടുകാരൊക്കെയും ഇവിടെ പല ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി. എന്നാല് അവരെല്ലാം പറഞ്ഞത് യാതൊരു രക്ഷയുമില്ല, നിങ്ങൾ എവിടെയെങ്കിലും തിരുമിക്കുവാനും നാട്ടിൽ ഏതെങ്കിലും വൈദ്യശാലകളിൽ കൊണ്ടുപോകുകയോ എന്തെങ്കിലും ചെയ്യുക, അവിടെ ഹോസ്പിറ്റലുകളിൽ ഒന്നും ഒരു രക്ഷയില്ല എന്ന് പറയാനിടയായി. എന്നാൽ തന്റെ സ്പോൺസർ എല്ലാവരോടും പറഞ്ഞു, ഞാൻ ടിക്കറ്റ് എല്ലാം എടുത്തു തരാം, ഇവനെ നാട്ടിലേക്ക് കയറ്റിവിട എന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുക്കാൻ ഇവരെല്ലാം റെഡിയായി. അങ്ങനെ ഇവിടെ മലയാളി സംഘടനകളുടെ എല്ലാം അടുത്ത് വന്നിട്ട് എല്ലാ ഓരോ ഷോപ്പുകളിലും കയറി ഇദ്ദേഹത്തിന് വേണ്ടി പിരിവ് നടത്തി. അങ്ങനെ ഒരു കിട്ടിയ തുക കൊണ്ട് ഇദ്ദേഹത്തെ നാട്ടി വിടാനെല്ലാം ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ നടന്ന അത്ഭുത പ്രവൃത്തികളെല്ലാം കേട്ട ഒരു വ്യക്തി, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഈ മകനോട് പറയുവാനിടയായി, നീ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടമുണ്ട്, നീ അവിടെ നമുക്ക് അവരെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം എന്നിങ്ങനെ പറയാനിടയായി. അങ്ങനെ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചു. ഇവിടുന്ന് 2 സഹോദരന്മാരെയും കൂട്ടി അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. എന്നാൽ അവിടെ ഒരു ക്യാമ്പ് ആയിരുന്നുകൊണ്ട് അവർക്ക് അവിടെ പ്രാർത്ഥിക്കുവാൻ ആ ഒരു മകനെയും കൊണ്ട് ഞാൻ തിരിച്ച് നമ്മുടെ ഭവനത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി. കാരണം അവിടെ ഇരുന്ന് ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു അന്തരീക്ഷം അങ്ങനെ ഒരു ഇതില്ലായിരുന്നത് കൊണ്ട് ആ മകനെ ഇവര് കോരി എടുത്തുകൊണ്ടാണ് ഈ സഹോദരന്മാരും ആയിട്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നത്. അങ്ങനെ അവിടെ വന്ന് എല്ലാവരും കരങ്ങൾ കോർത്ത് പിടിച്ചു പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. കർത്താവ് അപ്പോൾ ശരിക്കും പറഞ്ഞാല് അന്ന് ഒരു ഇരുമൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി, വിശ്വാസി വന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ഈ മകനെ നോക്കിയിട്ട് പറഞ്ഞു, പിന്നെ കാരണം ഞങ്ങളുടെ പപ്പായൊക്കെ ഉണ്ടായിരുന്ന സമയം തൊട്ട് പപ്പായുടെ കൂടെ ഒക്കെ നിന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്റെ ഹസ്ബൻഡിനൊക്കെ മോനെ എന്നാ വിളിക്കുന്നത്. അപ്പം പെട്ടെന്ന് വന്നിട്ട് പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, മോനെ, ഇത് ഒരു രക്ഷയുമില്ല, ഇത് തളർന്നു പോയ ഒരവസ്ഥയാണ്, കാരണം ദൈവനാമം ദുഷിക്കാനിടയായതുകൊണ്ട് നമുക്ക് ഇവനെ പറഞ്ഞയക്കുന്ന നല്ലതെന്ന് പറഞ്ഞു. പെട്ടെന്ന് യേശുവിന്റെ നാമത്തിൽ ശാസിക്കാനിടയായി ഇദ്ദേഹത്തെ. കാരണം വിശ്വാസത്തോടു കൂടി നാം പ്രാർത്ഥിച്ചാല് തീർച്ചയായിട്ടും അത് നടക്കുമെന്നുള്ളത് നമ്മൾ അതല്ലേ പ്രസംഗിക്കുന്നത്, നമ്മൾ അതല്ലേ കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശാസിച്ചു. അങ്ങനെ മാറി. കാരണം പെട്ടെന്ന് എല്ലാവരും കൂടെ കരങ്ങൾ കോർത്ത് പിടിച്ച് ദൈവസന്നിധിയിൽ കണ്ണുനീരോട് കൂടി പ്രാർത്ഥിപ്പാനിടയായി. കാരണം ആ മകന്റെ അവസ്ഥ അതുപോലുള്ള അവസ്ഥയായിരുന്നു. കാരണം തന്റെ ഉപജീവന ആ ഒരു സാലറി കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് വളരെ ഭാരത്തോടെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിച്ച് ഇദ്ദേഹത്തെ ഒരു വലിയ ദൈവ സാന്നിധ്യം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു വലിയ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങുന്നത് ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. അങ്ങനെ അദ്ദേഹത്തെ തിരിച്ച് തന്റെ റൂമിലേക്ക് കൊണ്ടാക്കി. ഒരു ഈ പറഞ്ഞതുപോലെ തനിക്ക് രാവിലെ ഒന്ന് ടോയ്ലറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി തന്റെ സഹോദരനെ, അതായത് തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ വിളിക്കാനായിട്ട് താന് ബെഡിൽ കിടന്ന് ഇങ്ങനെ വിളിച്ചിങ്ങോട്ട് ഇറങ്ങിയപ്പോ തന്റെ കാല് ചലിക്കുന്നതായിട്ട് തനിക്ക് മനസ്സിലായി. പെട്ടെന്ന് താൻ ആ കാലെടുത്ത് വീണ്ടും താഴേക്ക് കുത്തി ചവിട്ടി നിന്നിട്ട് അങ്ങ് തുള്ളിച്ചാടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഉടൻ തന്നെ സൗഖ്യം കിട്ടിയതുപോലെ അവൻ തുള്ളിച്ചാടിക്കൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കാനിടയായി. പെട്ടെന്ന് അവിടെ കിടന്ന സഹോദരന്മാരെല്ലാം എഴുന്നേറ്റു. അപ്പോഴാണ് വിവരം ഇങ്ങോട്ട് വിളിച്ചു പറയുവാനിടയായി. ജോയി എന്നാണ് ആ മകന്റെ പേര്. ജോയി എഴുന്നേറ്റു പാസ്റ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വിളിച്ച് പറയാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിക്കോ, കഴിഞ്ഞ രാത്രികാലം നമ്മുടെ യേശു നമ്മുടെ പട്ടണത്തിൽ കൂടെ നടന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹല്ലേലൂയ സ്നേഹം എത്ര വലുതാന്ന് നോക്കി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സരിയുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരുന്ന ദൈവമാണെന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും അനുഭവിച്ചറിയാൻ ദൈവം സഹായിച്ചു. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ അങ്ങോട്ട് വരിക, നന്നായിട്ട് നടക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു.
അങ്ങനെ രാവിലെ അദ്ദേഹം ഇവിടെ വരുവാനിടയായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് സന്തോഷിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, പിന്നെ ജോയി നിനക്ക് ഇനിയും നാട്ടിൽ പോണോ ഇപ്പോന്ന് ചോദിച്ചു. അന്നേരം വേണ്ട പാസ്റ്ററെ, വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഇനി കർത്താവിനെ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ മീറ്റിങ്ങിന് വരും, അങ്ങനെ ഇവിടെ കടന്നു വരും, പിന്നീട് മീറ്റിങ്ങിനൊക്കെ വരാനിടയായി. അങ്ങനെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ലഭിച്ച ആ പൈസകള് നീ തിരിച്ചവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും ഇങ്ങനെ ഒരു ദൈവമുണ്ട്, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലാകുവാൻ ഇടയാവുമെന്ന്. അങ്ങനെ ഇവൻ പറഞ്ഞത് അതുപോലെ അനുസരിച്ച് അങ്ങനെ ആ പൈസകളൊക്കെ തിരിച്ചു കൊടുത്തു. പിന്നീട് അവിടെ വർഷങ്ങളോളം ജോലി ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. എന്നാൽ ഇവിടെ ഒരു വലിയ അത്ഭുതം നടന്നത്, ഹാലേലൂയ, തന്നെ ഈ ജോയിയെ കൊണ്ടുവന്ന ഒരാള്, ഹാലേലൂയ, ഞങ്ങളുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു ടൈലറിംഗ് ഷോപ്പ് ഇട്ടിരിപ്പുണ്ടായിരുന്നു. താനൊരു കാത്തലിക് വിശ്വാസിയായിരുന്നു. എന്നാല് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇവിടെ ആരാധനയ്ക്ക് വരുന്നവരെ എല്ലാം തിരിച്ചു വിട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. കാരണം അവര് പിന്നെ നിങ്ങളെ പറഞ്ഞ് ഇതാക്കുന്നതാണ്, നിങ്ങളെ പെന്തക്കോസ്തിലേക്ക് കൊണ്ടുവരാൻ കാണിക്കുന്ന ഇതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ ഭവനത്തിൽ വരാനിടയായി. അവിടെ വന്നിട്ട് വളരെ കരയുവാനിടയായി. കരഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, പാസ്റ്ററെ എന്നോട് ക്ഷമിക്കണം. അന്നേരം എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, എന്താ സംഭവിച്ചത്? അന്നേരം പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് 2-3 ദിവസമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. എന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തനിക്ക് ഒരു വല്ലാത്ത സ്ട്രെസ് കയറി, വല്ലാത്തൊരു BP എല്ലാം വളരെ കൂടുതലായി, തനിക്ക് വല്ലാത്തൊരു സ്റ്റേജിലായിരിക്കുക താൻ. അപ്പം 3-4 ദിവസമായി താൻ ഉറങ്ങിയിട്ട്. അങ്ങനത്തെ അവസ്ഥയിലായപ്പം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു ഇദ്ദേഹത്തെ തിരിച്ചു വിട്ടു. അന്ന് സുഖമായി താൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം വന്ന് പറഞ്ഞു, പാസ്റ്റർ ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി. അന്നേരമാണ് ഞങ്ങളോട് പറയുന്നത്, പാസ്റ്റർ എന്നോട് ക്ഷമിക്കണം. അന്നേരം ചോദിച്ചു, എന്ത് പറ്റി? അന്നേരം പറഞ്ഞു, ഞാൻ ഇങ്ങനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ഇങ്ങനെ ദൈവസ്നേഹം നിങ്ങൾ പരന്നത് ഇങ്ങനത്തെ ഒരു ഇതിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെങ്കില് തീർച്ചയായിട്ടും ഞാൻ അതിനെന്ത് ചെയ്യണം, എന്നോട് പാസ്റ്റർ ക്ഷമിക്കണം. അന്നേരം എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ, ഞാനല്ല ക്ഷമിക്കേണ്ടത്, ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ നീ ചെയ്ത ദൈവത്തോടാണ് നീ ക്ഷമ ചോദിക്കേണ്ടത്. അങ്ങനെ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് എന്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യം ഇതാണ്, നീ അതിന് പരിഹാരമായിട്ട് ഒരു കാര്യം ചെയ്യ്. നീ എത്ര പേരോട് ഇങ്ങനെ പറഞ്ഞു വിട്ടോ അത്രയും പേരോട് തിരിച്ചു എന്ന് പറയണം, എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, എന്റെ കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്, എന്റെ ദൈവം സമാധാനം തരുന്ന ദൈവമാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ് എന്ന് നീ പറയണം എന്ന് പറഞ്ഞു. അത് അവൻ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു 5 മണിയാവുമ്പോൾ തന്റെ ഷോപ്പ് അടച്ചിട്ട് താൻ ഒരു പ്രാന്തനെ പോലെ സുവിശേഷം പറയാൻ ഓടി നടക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു ഒരു അനുഭവമായിരുന്നു. കാരണം ഹല്ലേലൂയ, നാം ഒന്നും അറിഞ്ഞില്ലെങ്കിൽ മോശയ്ക്കെതിരായിട്ട് സഹോദരൻ സംസാരിച്ചപ്പോൾ അത് കണ്ട ദൈവം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നാം ഒന്നും അറിയുന്നില്ലെങ്കിലും നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ തന്നെയും സ്നാനപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി. സ്തോത്രം. ആ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പാസ്റ്ററെ ഞാൻ ഇനി ഇവിടെ നിന്നാൽ എന്റെ കുടുംബം നാശത്തിലേക്ക് പോകും, ഹല്ലേലൂയ, അവർ നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് എനിക്ക് അവരെ കൂടെ കർത്താവിലേക്ക് നേടിയെടുക്കണം, അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോവാ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടുന്ന് ഫിനിഷ് ചെയ്ത് പോയി. അവിടെ ചെന്നിട്ട് കുടുംബമായിട്ട് അവർ സ്നാനപ്പെട്ടു. അവര് കുഞ്ഞുങ്ങളും തന്റെ ഭാര്യ എല്ലാം സ്നാനപ്പെട്ട് അവർ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കർത്താവ് ഒരു മാലയിൽ മുത്തുകൾ കോർക്കുന്നത് പോലെ ആണ് ഓരോ അനുഭവങ്ങളും പറഞ്ഞു. കാരണം അതുപോലെ ഈ അനുഭവങ്ങളുടെ എല്ലാം പിന്നിൽ ഞാൻ ഓരോ പാട്ടുകളും എഴുതാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മാനസിക രോഗിയായ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇതുപോലെ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോഴാണ് തന്റെ വളരെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ, ഹൈന്ദവ വിശ്വാസിയാണ്, അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞങ്ങള് ഇങ്ങനെ വീട്ടിൽ ഞാൻ കൂടുതലും പാട്ടുകൾ കിച്ചണിൽ നിന്നാണ് എഴുതുന്നത്. കാരണം അവിടെ ഞാൻ ഒരു ടേപ്പും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം അവിടെ ആകുമ്പോൾ എനിക്ക് എന്റെ കർത്താവുമായിട്ട് എപ്പോഴും സംസാരിക്കാൻ പറ്റും. കാരണം ഒരു ഇങ്ങനെ ദൈവത്തോട് ഞാൻ സംസാരിക്കാൻ ഇടയാവും.
എന്റെ എല്ലാ വിഷയങ്ങളും, പ്രാർത്ഥനാ വിഷയങ്ങളും മറ്റുള്ളവർ പറയുന്ന വിഷയങ്ങളും എല്ലാം. അപ്പൊ ഞാനിങ്ങനെ കിച്ചണിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ജനമെല്ലാം ഞങ്ങളെ ഇട്ട് നോക്കുക, പക്ഷെങ്കിൽ ഞങ്ങൾക്കൊന്നും കഴിയില്ല. എന്നാൽ കർത്താവിന് അവിടെ സകലതും കഴിയും. അപ്പോൾ ദൈവം എന്റെ നാവിന്മേൽ ഇങ്ങനെ വന്നു, ശത്രുവിന്റെ തലയെ തകർത്തവൻ ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ഞാൻ വന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇതിനൊരു ജയം, സമ്പൂർണ്ണമായിട്ടൊരു ജയം നൽകി തരും എന്നുള്ള ഒരു ശബ്ദം എന്റെ നാവിന്മേൽ, ചെവിയിന്മേൽ കേൾക്കുവാനിടയായി. അത് നാവിന്മേൽ ഉരുവിട്ടുകൊണ്ട് ഞാനത് ആ പാട്ട് എഴുതി. ശത്രുവിൻ തല തകർത്തവൻ മാത്രയിൽ ജയം നൽകും. പ്രൈസ് ദി ലോർഡ്. ശത്രുവിൻ പ്രവർത്തികളെ അഴിപ്പാൻ ഹല്ലേലൂയ യേശു വന്നു. അതിലെ സമ്പൂർണ്ണ ജയം എനിക്ക് നൽകി തരും എന്നുള്ള പാട്ട് ഞാൻ എഴുതുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓരോ പാട്ടുകളുടെയും പിന്നിൽ ഓരോ അനുഭവങ്ങളാണ്, ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷാ വേളകളിൽ ഇങ്ങനെ കർത്താവ് നെടുകയും കുറുകയും ഓടിച്ച് കർത്താവിന്റെ പ്രവൃത്തി ചെയ്യുന്നു. ആ സമയങ്ങളൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെയാണ് പഠിച്ചത്. ആ സമയത്തൊക്കെ ഞങ്ങൾ രാത്രി 12 മണി ആയാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. കാരണം ഞാൻ പലപ്പോഴും അവരുടെ ഹോംവർക്കുകൾ പോലും വാഹനത്തിൽ ഇരുത്തിയാണ് എഴുതിക്കൊണ്ടിരുന്നത്. കാരണം കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഓരോ കാലയളവും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, അവര് രാവിലെ അവർക്ക് 6 മണി ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് അവരുടെ ബസ് വരും, അത് സ്കൂളിലേക്ക് പോകാനുള്ള. എന്നാൽ അവർക്ക് ഒരു മടിയും കൂടാതെ ഞങ്ങളുടെ കൂടെ എല്ലായിടത്തും കുഞ്ഞുങ്ങൾ വരികയും ഞങ്ങളുടെ കൂടെ ഓരോ ഭവനത്തിൽ പോകുമ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. കാരണം ഓരോ അത്ഭുതങ്ങളും വിടുതലുകളും അവരുടെ കണ്ണാൽ കണ്ടു. അതുകൊണ്ട് ഇന്ന് അവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്നു. യുകെയുടെ പ്രദേശത്താന്നേലും യൂത്തിന്റെ ഇടയിലൊക്കെ പ്രവർത്തിക്കാൻ എൻ്റെ മകന് ദൈവം സഹായിക്കുന്നു. അവർ കുടുംബമായിട്ട് കർത്താവ് ദൈവം ബലപ്പെടുത്തുന്നു. അതുപോലെ മോളും നന്നായി പാടുന്ന മകളാണ്. മോനും പാട്ടെഴുതും. അങ്ങനെ മോള് നന്നായിട്ട് പാടും. മോളാണ് പിന്നെ അനിൽ അടൂരും മോളും കൂടെ പാടിയ ഒരു പാട്ട്, ഞാൻ എഴുതിയൊരു പാട്ട് ഇതിനകത്തുണ്ട്. നിന്റെ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി എന്ന് പറഞ്ഞു. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും, ഹല്ലേലൂയ, നമുക്കൊന്നും കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അതെന്റെ ജീവിതത്തെ അനുഭവിച്ചറിഞ്ഞ് ഞാൻ എഴുതിയ ഒരു പാട്ടാണ്. ആ പാട്ട് പാടുവാനായിട്ട് ദൈവം മകളെ ദൈവം ബലപ്പെടുത്തി. അങ്ങനെ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങള് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഈ മരുഭൂമിയിൽ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 114 പാട്ട് ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന്, ഏടുകളിൽ നിന്ന്, വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്ന്, ശുശ്രൂഷാ മുഖത്ത് നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഓരോ പ്രചോദനങ്ങളും പാട്ടുകളായി രൂപപ്പെടുവാൻ ഇടയായി തീർന്നു. അതൊക്കെയും അനേക പ്രിയപ്പെട്ടവര് അത് ഏറ്റുപാടുകയും അതിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടായിക്കൊണ്ടും ഇരിക്കുമ്പോൾ, ആളുകളൊക്കെ ഈ പാട്ടുകൾ പാടുമ്പോൾ കർത്താവിന്റെ ദാസിക്ക് ഞാനാണ് ഈ പാട്ട് എഴുതിയത് എന്ന് ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ഇത് ആരാണ് ഇതിന്റെ എഴുത്തുകാരി എന്നുള്ളത്? പക്ഷെ ഇപ്പോൾ കുറച്ചു പേർക്കൊക്കെ അറിയാം. പക്ഷെ എന്നെ അറിയുന്നതിലുപരി എന്റെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കണം. കാരണം ഒരാൾക്കെങ്കിലും ഞാൻ ഈ പാട്ടുകൾ എഴുതി വെച്ചിരുന്നുവെങ്കിലും ഇതൊന്നും ഞാൻ പുറത്ത് അങ്ങനെ ഞങ്ങളുടെ ചർച്ചിൽ തന്നെ സാക്ഷിക്ക് പാടും. പിന്നെ ഞങ്ങളുടെ വിശ്വാസികളെല്ലാം അവരേറ്റു പാടും. അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. എന്നാൽ ഒരു ദൈവദാസൻ ഇവിടെ വന്നപ്പോൾ എന്നോടൊരു ദൂത് പറയാനിടയായി. മാർത്തയുടെ മറിയയുടെയും പേരിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ഒരു ഗ്രാമം അറിയപ്പെട്ടതുപോലെ നിന്റെ പേരിൽ ഈ ലോകം മുഴുവൻ, ഈ അൽക്കാമിൽ എന്ന ദേശം അറിയപ്പെടുമെന്ന് പറയുവാനിടയായി. എന്നിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞു, പാട്ടുകൾ എഴുതി വെച്ചിരിക്കുന്നു, അത് പുറത്തെ പ്രസിദ്ധീകരിക്കണം, അത് അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരുമെന്ന് ഇങ്ങനെ പറയാനിടയായി. അങ്ങനെയാണ് ഞങ്ങൾ ഇത് ആദ്യമായിട്ട് ഇത് CD-യിൽ ഇറക്കാനിടയായത്. അങ്ങനെ 3 CD ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. മരുഭൂമിയിലെ ആരാധന, മരുഭൂമിയിലെ ആശ്വാസം, മരുഭൂമിയിലെ അഭിഷേകം, ഇങ്ങനെ 3 CD ഞങ്ങൾ ഇറക്കാനിടയായിട്ടുണ്ട്. പിന്നീട് ഇപ്പം CD-യുടെ ആ ഒരു ഇതില്ലാത്തതുകൊണ്ട് ഇപ്പൊ യൂട്യൂബിൽ ഡയറക്റ്റ് അങ്ങനെ ഞങ്ങളുടെ ചാനൽ വഴി ഇറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് പക്ഷെങ്കിൽ ഇപ്പോൾ അനേകര് തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ കടന്നു പോയപ്പോഴും നമ്മള് സൂസൻ സിസ്റ്റർ അല്ലേ ഈ പാട്ട് എഴുതിയെന്ന് പറഞ്ഞ് അങ്ങനെ അനേകര് പറഞ്ഞ് നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എത്രയായാലും സന്തോഷമുണ്ട്. എന്നാൽ അതിലുപരി എന്റെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുന്നതിൽ എനിക്ക് വളരെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഒരാൾക്ക് ഒരു ആശ്വാസം കിട്ടുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഒരുപാട് പേര്
ഓരോ പാട്ടുകളും കേട്ടിട്ട് എന്നെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് പറയും, ഞങ്ങൾക്ക് ആ പാട്ട് ഞങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ഭയങ്കര വിടുതലായിരുന്നു, ആശ്വാസമായിരുന്നു എന്ന് ഇങ്ങനെ കേൾക്കാൻ. ഇതിപ്പം ഈ ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള പാട്ട് ഇപ്പൊ 6 ഭാഷകളിൽ അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഹിന്ദി, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ കന്നഡ, ഇപ്പൊ തമിഴ്, അതുപോലെ രാജസ്ഥാനി ഭാഷ, ലോക്കൽ ഭാഷയില്, അങ്ങനെ 6 ഭാഷകളിൽ ഇപ്പം ഈ പാട്ട് ഇറങ്ങി. സർവമഹത്വം ദൈവത്തിന് ഞാൻ കൊടുക്കുന്നു, അല്ലാതെ നമുക്കൊന്നും പുകഴാനില്ല. പ്രൈസ് ദി ലോർഡ്. ആദ്യം എഴുതിയ പാട്ട് ഏതാണ്? ആദ്യം ഞാൻ എഴുതിയത് കണ്ണുനീർ തൂവുമ്പോൾ മനസ്സലിയുന്ന എൻ പിതാവേ എന്നുള്ളൊരു പാട്ടാണ്. കാരണം അത് എനിക്ക് എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല്, എൻ്റെ ഫാദറിലോ എല്ലാരും ഇവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ കടന്നുപോയി. പപ്പായ്ക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്ന് പപ്പ മരിക്കുവാനിടയായി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ്, അപ്പൊ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് നാട്ടിലേക്ക് കടന്നുപോയി. എന്നാൽ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് എനിക്ക് വലിയൊരു ശ്വാസം മുട്ടലിന്റെ പ്രയാസം പോലെ ഇങ്ങനെ ഉണ്ടാകുവാനിടയായി. അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ടു. പിന്നെ ചില ദിവസങ്ങൾ ഇങ്ങനെ മാസങ്ങളോളം ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിൽ കൂടി ഞാൻ ഇങ്ങനെ കടന്നുപോയി. ആ സമയത്ത് ദൈവത്തോട് ഇങ്ങനെ, അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആരാധന നടക്കുന്നുണ്ട്. ആരാധനയ്ക്ക്, കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാല് വളരെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത് കൊണ്ട് ഞാൻ ഫുഡ് ഇവിടെ റെഡിയാക്കുമായിരുന്നു. അപ്പം ഈ ശ്വാസം മുട്ടൽ കാരണം ആ ഫുഡ് ഒക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളാണ്, മക്കള് കൊച്ചു കുഞ്ഞുങ്ങളും ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് വളരെ ഭാരത്തോടെ ഞാൻ ദൈവത്തോട്, കർത്താവിനോട് ചോദിക്കും, കർത്താവെ പൂർണ്ണമായിട്ട് ദൈവം എന്നെ വിടുവിച്ചേ മതിയാകുകയുള്ളൂ, അല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യാനും ഒന്നും പറ്റുകയില്ല. അങ്ങനെ നമ്മൾ വിടുവിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ലഭിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ അത് നമ്മളെ പരിഹസിക്കാനിടയാവും. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു ദിവസം വലിയൊരു അത്ഭുതം ഉണ്ടായത്, ഒരു ദൈവദാസൻ, ശരിക്കും പറഞ്ഞാൽ അത് ആരാണെന്നോ എന്താണെന്നോ ഞങ്ങൾക്ക് അറിയില്ല. ആ ദൈവദാസൻ ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു സൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് വന്നു. അവിടെ വന്ന് എൻ്റെ പപ്പായ, അതായത് എൻ്റെ ഹസ്ബൻഡിന്റെ പപ്പായൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ആ ദേവദാസൻ ഇവിടെ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ വന്ന് ഒരു ഫാമിലിയോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഫാമിലി അൽക്കാമലിലുണ്ടല്ലോ, അവരവിടെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കാനിടയായി. അന്നേരം പറഞ്ഞു അവിടെ ഉണ്ട്, പിന്നെ മകനും കുടുംബവും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ വിളിക്കാനിടയായി. ഞങ്ങളെ വിളിച്ചു. അന്ന് ഞങ്ങളുടെ ഇവിടെ മീറ്റിംഗ് നടക്കുന്നതിന്റെ തലേദിവസമാണ് വിളിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ടും അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാ പാസ്റ്റർ പോരുന്നത്, ഞങ്ങൾക്ക് ഇവിടെ വേറെ ദേവദാസന്മാരില്ല, എന്നാ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഇവിടെ വന്നു. പക്ഷേ ഞങ്ങള് ആരാധനയെല്ലാം കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെ ഫുഡെല്ലാം റെഡിയാക്കി. ഞാൻ അപ്പോഴത്തെ പെട്ടെന്ന് കിച്ചണിൽ നിന്ന് ഫുഡെല്ലാം എടുത്ത് വെക്കാൻ തുടങ്ങി. എനിക്ക് നിൽക്കാൻ പോലും പറ്റാത്ത ബുദ്ധിമുട്ടായി. അങ്ങനെയായി സമയത്ത് ഈ ദേവദാസന് ഇച്ചിരി പ്രായമുള്ള ഒരു ദേവദാസനായിരുന്നു. പാസ്റ്റർ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ നീ പോയി കിടക്ക്, ഞങ്ങളെല്ലാം എടുത്തു വെച്ച് കൊടുത്തോളാന്ന് പറഞ്ഞ എന്നെ പിന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ പെട്ടെന്ന് അത് ഇവരെല്ലാം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ആൾക്കാരെ എല്ലാരും കൊണ്ടുവിടണമായിരുന്നു. അങ്ങനെയെല്ലാം കൊണ്ടുവിട്ട് കഴിഞ്ഞ് വന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു, മോളെ വിളിക്കും, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു. ഞങ്ങള് ഒന്നിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഇവിടുത്തെ വേലയെല്ലാം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുക. കാരണം ഈ ഒരു ബുദ്ധിമുട്ട് കാരണം നിൽക്കാൻ പറ്റാത്ത പോലുള്ള ഒരവസ്ഥയായിരുന്നു. കാരണം എല്ലാ ദിവസങ്ങളിലും പോയി ഇഞ്ചക്ഷൻ എടുക്കണം, അത് സ്റ്റിറോയിഡ്, എങ്ങനെയാണ് എനിക്ക്, ഞാൻ വളരെ വണ്ണമില്ലാത്ത ആളായിരുന്നു, പക്ഷെ പിന്നീട് വണ്ണം വെക്കുവാനിടയായി. ഈ മരുന്നുകൾ എല്ലാം ഇതായി. അങ്ങനെ ഞാന് വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നുപോയി. അപ്പം ഈ ദേവദാസൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിച്ച് ഞങ്ങൾ വന്നിരുന്നു. അന്നേരം ഞാനും ഹസ്ബൻഡും അല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണെന്നുള്ള വിവരം. അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഈ ദേവദാസനിൽ കൂടി പറഞ്ഞു, രണ്ടുപേരും കെട്ടും കെട്ടിയൊക്കെ ഇരിക്കുക, നാട്ടിലേക്ക് പോകാനല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയത് ശരിക്കും. അന്നേരം പറഞ്ഞു, എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം അതല്ല, നിങ്ങൾക്ക് ഇവിടെ ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങൾ രണ്ടുപേരും നിത്യരോഗികളായിട്ട് മാറും. എന്നാൽ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച് ഇവിടെ നിന്നാൽ നിങ്ങൾക്കൊരു കൊയ്ത്തുണ്ട്. ഹല്ലേലൂയ. അത് മാത്രം, നീ എന്റെ കാര്യം നോക്കിയാൽ ഞാൻ നിന്റെ കാര്യം നോക്കും. പ്രൈസ് ദി ലോർഡ്. ഇതായിരുന്നു ഞങ്ങളോടുള്ള ഒരു വാഗ്ദത്തം. അത് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റെടുത്തു, സമർപ്പിച്ചു.
ഹല്ലേലൂയ. കർത്താവിന്റെ കാര്യം നോക്കി തീർച്ചയായിട്ടും മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ നൽകി തരാമെന്നല്ലേ ദൈവത്തിന്റെ വാഗ്ദത്തം. അപ്പൊ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നൽകി തരും. അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ ദൈവസന്നിധിയിൽ ഞങ്ങൾ അത് ഏറ്റെടുത്ത് സമർപ്പിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഏതായാലും പിന്നീട് ഞങ്ങളുടെ പോക്ക് എല്ലാം ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. ഇവിടെ നിന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അത്ഭുതത്തിന്റെ കലവറ തന്നെയായിരുന്നു എന്ന് പറയാം. കാരണം അനേക ഹൈന്ദവ വിശ്വാസികൾ അനേകരെ കർത്താവിങ്കിലേക്ക് നേടിയെടുപ്പിടിയാക്കി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മൾക്കൊരു അനുഭവം ഉണ്ടെങ്കിലേ അത് ടേസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ടേസ്റ്റ് മറ്റുള്ളവരോട് പറയാൻ കഴിയുള്ളൂ. അതിനാണ് നമ്മളെ ചില പരിശോധനയിൽ കൂടി വിടുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കാരണം ഒന്നിനും പ്രയാസമില്ലാതെ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ എന്റെ അങ്ങനെ ആയിരുന്നു. കാരണം അതുകൊണ്ട് അല്പം കഷ്ടതയിൽ കൂടി വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ, മറ്റുള്ളവരുടെ ഈ ദൈവം എന്നെ വിടുവിക്കുന്ന ദൈവം എന്ന് പറയാൻ ചങ്കൂറ്റത്തോട് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഏത് കാര്യത്തിനായാലും എവിടെയാണെങ്കിലും ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണെങ്കിലും ഞങ്ങൾക്ക് ഇന്ന് യാതൊരു മടിയുമില്ല. കാരണം ദൈവം വിശ്വസ്തനാണ്, ദൈവം വിടുവിക്കാൻ ശക്തനാണ്. അത് ഞങ്ങൾ അനുഭവിച്ച് രുചിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ട് എവിടെയും ഞങ്ങൾക്ക് അത് ചങ്കൂറ്റത്തോട് പറയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ആദ്യം എഴുതിയ പാട്ടാണ് കണ്ണുനീർത്തുമ്പോൾ മനസ്സിൽ നിൻ പിതാവേ എന്നുള്ള പാട്ട്. ആ പാട്ടും ഈ നമ്മുടെ സിഡിയിൽ പുറത്തു വരുവാനിടയായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ പാട്ടുകൾ അങ്ങനെ തുടങ്ങി. ആ പാട്ടുകളെല്ലാം ഇത് ഞങ്ങള് ഏതാണ്ട് 10-30 പാട്ടുകളോളം പുറത്തു വന്നിട്ടുണ്ട്. എന്നാല് ബാക്കിയും ഞങ്ങള് ഇറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവിന്റെ ഹിതമെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർത്താവിന്റെ ദാസി എഴുതിയ ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഈരടികളൊന്ന് പാടാമോ? തീർച്ചയായിട്ടും. ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ പാടാം. ആയിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ആരത്തിൻ നാളത്തിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ആരത്തിൻ നാളത്തിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം
ആർക്കു വർണ്ണിച്ചിടാം അങ്ങനെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, അങ്ങനെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ട്യൂണും കാര്യങ്ങളും എല്ലാം സിസ്റ്റർ തന്നെയാണ് ചെയ്തത് അല്ലേ? അതെ അതെ അതെ. വളരെ മനോഹരമായിരിക്കുന്നു. ക്രൈസ്തവ ലോകം ഇന്ന് ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ അനേക വളരെ വിവാഹ വേദികളിലൊക്കെ ഇത് പാടിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ. ഒരു നല്ല ഗാനം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ ഗാനം ഒരുപാട് പേർക്ക് തുടർന്നും ആശ്വാസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിൻ്റെ രചനയ്ക്ക് എഴുതുവാനുണ്ടായ ആ പശ്ചാത്തലം, ആ സാഹചര്യം ഒക്കെ ജീവിതത്തിലെ നല്ല ഓർമ്മകളായി എന്നും നിലകൊള്ളട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒക്കെ ഏറ്റവും ഒടുവിലായി എഴുതിയ പാട്ട് ഏതാ? ഇപ്പോ ഞങ്ങളുടെ ചർച്ചിന്റെ സെന്റിനറിയാണ്, 100 വർഷം. ഞങ്ങള് വെള്ളിയറ ചർച്ചിലാണ് കൂടുന്നത്. വെള്ളിയറ സിയോൻ ചർച്ച്, IPC ചർച്ചിലാണ് തീയാടിക്കൽ. അപ്പോൾ അതിന്റെ 100-ാം വർഷമാണ് ഇപ്പോൾ. അതിന് സെന്റിനറിക്ക് വേണ്ടി ഒരു പാട്ട് എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാട്ട് എഴുതി. അതിപ്പം ദൈവം അനുവദിച്ചാല് ഒരു 2 ആഴ്ചത്തേക്ക് നാട്ടിൽ പോകുന്നുണ്ട്, നെക്സ്റ്റ് മന്ത്. ആ സമയത്ത് അത് പുറത്തിറക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആ പാട്ടും ഏറ്റവും പ്രസിദ്ധമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഉണ്ടാകുന്ന വലിയ ദാവീദിന്റെ അനുഭവം. ദാവീദിന്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാണ് ദാവീദിനെ പാട്ടുകൾ എഴുതാൻ അതെ പ്രേരിപ്പിച്ചത്. സങ്കീർത്തന പുസ്തകങ്ങളിലും തിരുവെഴുത്തുകളിലും ഒക്കെ ധാരാളം പാട്ടുകൾ ദാവീദ് എഴുതുവാനിടയായി തീർന്നു. അതുപോലെ ഭക്തന്മാർ, പഴയ നിയമ ഭക്തന്മാരൊക്കെ എഴുതിയ മനോഹരമായ പാട്ടുകൾ ഇന്നും ജീവിക്കുന്നു. അത് ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ എഴുതപ്പെട്ട ആ നല്ല അനുഭവങ്ങൾ നല്ല പാട്ടുകളായി തീരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. തുടർന്നും അങ്ങനെയുള്ള പാട്ടുകൾ എഴുതാൻ കർത്താവ് സഹായിക്കട്ടെ. ആകട്ടെ, എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇനിയൊരു വലിയ അനുഭവം എന്ന് പറയാൻ, ഞാന് ഇന്നിങ്ങനെ ആയിരിക്കുന്നത് പലർക്കും ഒരു അത്ഭുതം എന്ന് പറയാം. കാരണം എൻ്റെ മാതാവിന്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവൊക്കെ ബഹറിന്റെ പ്രദേശത്തായിരുന്നു. 1956-ലാണ് എൻ്റെ പിതാവിന്റെ മാതാവിന്റെ വിവാഹം നടക്കുന്നത്. അങ്ങനെ പിതാവ് അവിടെ ജോലി ആയിരുന്നുകൊണ്ട് ആ സമയത്ത് തന്നെ എൻ്റെ മാതാവിനെ അവിടെ കൊണ്ടുപോകുവാനിടയായി. അങ്ങനെ എൻ്റെ മാതാവിന്റെ 18-ാമത്തെ വയസ്സിലാണ് വിവാഹം നടന്നത്. അങ്ങനെ എൻ്റെ മാതാവും പിതാവും ബഹറിന്റെ പ്രദേശത്ത് ആയിരുന്നു. അന്ന് അവിടെ സഭ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. എന്നാല് അവിടെയുള്ള ചില സഹോദരന്മാരെല്ലാം ചേർന്നാണ് അവിടെ ആദ്യം IPCയുടെ ഒരു വേല തന്നെ അവിടെ തുടങ്ങുന്നത്. ആ സമയത്ത് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് 2 പെൺകുഞ്ഞുങ്ങളാണ് ആദ്യം എൻ്റെ മാതാപിതാക്കൾക്കുണ്ടായത്. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് നാട്ടിൽ, ഒരാൾക്ക് 2.5 വയസ്സും ഒരാൾക്ക് 6 മാസവും പ്രായമുള്ളപ്പോൾ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചു. നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ കാണിക്കാൻ അങ്ങനെ ആഗ്രഹിച്ചു. എന്നാൽ പിതാവിന് ലീവില്ലായിരുന്നു. അങ്ങനെ മാതാവ് കുഞ്ഞുങ്ങളെയും കൊണ്ട് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ച് 1961-ലാണ്. അന്ന് ഫ്ലൈറ്റ് സർവീസ് ഒക്കെ വളരെ കുറവാ, അങ്ങനെ ഇല്ലായിരുന്നു. എല്ലാവരും കപ്പലാണ്, ഷിപ്പേലാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ കുവൈറ്റിൽ നിന്ന് ബഹ്റിൻ, ദുബായ് വയ ബോംബെക്കുള്ള ഒരു ഡാറ ഷിപ്പ് എന്ന് പറഞ്ഞൊരു ഷിപ്പ്. ആ ഷിപ്പേല് പിന്നെ ഫാമിലി സുഹൃത്തുക്കളോടും അങ്ങനെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഒന്നിച്ച് എൻ്റെ മാതാവ് കുഞ്ഞുങ്ങളെ കൊണ്ട് നാട്ടിലേക്ക് പോകാൻ ഇങ്ങനെ തീരുമാനിച്ച് അങ്ങനെ യാത്രയായി. പിതാവ് അവരെ സന്തോഷത്തോടെ യാത്രയാക്കി. അങ്ങനെ അവിടുന്ന് യാത്ര തിരിച്ച് ദുബൈയിൽ വന്നു. ദുബായ് വന്ന് അവിടെ അന്ന് നൈറ്റ് ഷിപ്പ് അവിടെ കിടക്കും. കാരണം അന്ന് ഒത്തിരി വിസിറ്റേഴ്സിനൊക്കെ കാണാനായിട്ട് ഒരു അനുമതി കൊടുത്തിരുന്നു. അങ്ങനെ എൻ്റെ അമ്മാച്ചനും എൻ്റെ മദറിന്റെ ഉപ്പാപ്പന്റെ മകനും എൻ്റെ മാതാവിനെയും കുഞ്ഞുങ്ങളെയും കാണാനായിട്ട് കയറി. അതുപോലെ ഒരുപാട് കസ്റ്റംസ് ഓഫീസേഴ്സ്, അതുപോലെ ഈ ഷിപ്പില് യാത്ര ചെയ്തുകൊണ്ടിരുന്നവരുടെ കസിൻസ്, അങ്ങനെ സുഹൃത്തുക്കള്, അവരെല്ലാവരും ഈ ഷിപ്പിലേക്ക് വന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ സമയങ്ങൾ ചെലവഴിച്ചിരിക്കുമ്പോഴാണ് ശക്തമായ കാറ്റും മഴയും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുവാനിടയായി. വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് ഷിപ്പിന്റെ ക്യാപ്റ്റൻ പറയുവാനിടയായി,
ഇന്നിവിടെ കയറിയിരിക്കുന്ന വിസിറ്റേഴ്സ് ആരും ഇന്ന് പോകണ്ട, നാളെ പോയാൽ മതി, ഇന്ന് ഞങ്ങളുടെ പിന്നെ ഗസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ തുടരാമെന്ന് ഇങ്ങനെ പറയാനിടയായി. അങ്ങനെ ഇവരെല്ലാം വളരെ സന്തോഷത്തോടെ അന്നത്തെ ഡിന്നറും എല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ കിടന്നുറങ്ങുന്ന സമയത്ത് മാതാവ് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന സമയത്താണ് വളരെ ഒരു എന്താ പറയുന്നത്, ദിഗന്ധങ്ങളെ വളരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സ്ഫോടനം അവിടെ ഉണ്ടാകുവാനിടയായി. എന്താണെന്ന് മനസ്സിലായില്ല. ആ സമയത്തേക്ക് പെട്ടെന്ന് ഷിപ്പിന്റെ ലൈറ്റുകൾ മുഴുവൻ അണഞ്ഞു പോകാനിടയായി. ഏതാണ്ട് 1200ഓളം യാത്രക്കാരും ബാക്കി ഷിപ്പിലെ ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. വളരെ പെട്ടെന്ന് കപ്പലിന്റെ നടുഭാഗത്ത് തീ ആളി കയറുവാനായിട്ടിടയായി. അങ്ങനെ പെട്ടെന്ന് ലൈഫ് ബോട്ടുകളൊക്കെ ഇരുന്ന ഭാഗത്താണ് തീ ആളി കത്തുവാനിടയായി. അതുകൊണ്ട് വളരെയധികം ലൈഫ് ബോട്ടുകളൊക്കെ കത്തി നശിക്കുവാനിടയായി. എന്നാൽ ഈ ഷിപ്പില് ആൾക്കാര് നാലുപാടും ചിതറി ഓടി. എന്താ സംഭവിച്ചെന്നും ആർക്കും അറിയില്ല. തീ പിടിക്കുന്നെന്ന് മനസ്സിലായി. അങ്ങനെ ഒരുപാട് പേർക്ക് പൊള്ളലേൽക്കുവാനും അനേകര് ആ പൊള്ളലേറ്റും അവിടെ തന്നെ മരിച്ചു വീഴാനും ഒക്കെ ഇടയായി. എന്നാൽ ചോര വാർന്നൊലിക്കുന്ന ആ ഒരു അവസ്ഥയിലും ആൾക്കാര് വളരെ അലറി വിളിച്ച് ഓടി നടക്കുക, എന്താ സംഭവിക്കുന്നറിയാതെ. അങ്ങനെ കാരണം ശരീരമാസകലം പൊള്ളലേറ്റവർ ഒരു ഭാഗത്ത്, അതുപോലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കരഞ്ഞ് ദൈവത്തോട് അപേക്ഷിക്കുന്നവർ ഒരുപാട് പേര്. അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ. അങ്ങനെ എൻ്റെ മാതാവിന്റെ കരങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ എൻ്റെ അമ്മാച്ചനും ഉപ്പാപ്പന്റെ മകനും പിടിക്കുവാനിടയായി. അങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ, കാരണം ഒരു സൈഡില് ഇത് ആളിക്കത്തി കപ്പല് വെള്ളത്തിനടിയിലേക്ക് താഴുവാനുള്ള ഇത് ആരംഭിച്ചു. അങ്ങനെ ആയപ്പോഴത്തേക്ക് എല്ലാവരും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ഒരു പ്രാണഭയത്തില് ഈ ലൈഫ് ബോട്ടുകളിൽ കയറുവാനായിട്ടിടയായി. എന്നാൽ ചുരുക്കം ചില ലൈഫ് ബോട്ടുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ലൈഫ് ബോട്ട് ഒന്നില് എൻ്റെ മാതാവിനെയും എൻ്റെ അമ്മാച്ചനും ഉപ്പാപ്പന്റെ മകനും കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറുവാനിടയായി. ഏതാണ്ട് 10-30 പേര് കയറാവുന്ന ഒരു ലൈഫ് ബോട്ടില് 50 പേരിൽ അധികമായിട്ട് കയറിയത് കൊണ്ട് ഈ ലൈഫ് ബോട്ട് അധികം മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. ആ കൂരിരുട്ടില് ഈ ലൈഫ് ബോട്ട് മുങ്ങിപ്പോകാനിടയായി. അങ്ങനെ ഇതിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നാലുപാടും ചിതറിപ്പോവാനിടയായി. അങ്ങനെ എൻ്റെ മാതാവും വേർപെട്ട് ഏതോ ഒരു സ്ഥലത്തായി. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മാച്ചനും ഉപ്പാപ്പന്റെ മകനുമാണ് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവരും എന്താ സംഭവിക്കുന്നെന്നോ ഒന്നും കാണാനും പറ്റാത്തൊരവസ്ഥ. ആ തീയുടെ വെട്ടം മാത്രമേ ഉള്ളൂ. എന്നാല് തിരമാലകൾക്കിടയിൽ എവിടെയൊക്കെയോ മുങ്ങപ്പെട്ടു പോയി പലരും. എന്നാല് എൻ്റെ മാതാവ് വളരെ കാരണം ഒരു വൈക്കോൽ തുരുമ്പ് പോലും രക്ഷയ്ക്കില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് താന് പ്രാർത്ഥിക്കുവാനിടയായി. കാരണം എൻ്റെ മാതാവ് ഒരു നല്ല പ്രാർത്ഥനാ പോരാളിയായ ഒരു മാതാവായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് രക്ഷയ്ക്കായിട്ട് യാചിച്ചു. അങ്ങനെ യാചിച്ച സമയത്ത് പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നതുപോലെയാണ് ഒരു പഞ്ചാബുകാരനായ അജിത് സിംഗ് എന്നൊരു വ്യക്തി, അദ്ദേഹത്തിന് നന്നായിട്ട് നീന്തൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഈ ഷിപ്പിൽ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാളാണ്. അദ്ദേഹം തന്റെ ചുറ്റുപാടുമുള്ള ഒരു 5 പേരെ ഈ കപ്പലിൽ നിന്ന് തന്നെ അടന്നു വന്ന ഒരു തടിക്കഷ്ണത്തില് പിടിപ്പിച്ചിങ്ങനെ കിടത്തുവാനിടയായി. എന്നാൽ പലപ്പോഴും ആ തടിക്കഷ്ണങ്ങളിൽ നിന്ന് തങ്ങളുടെ കരങ്ങൾ വിട്ടുപോകുമ്പോൾ ഈ സ്നേഹസ്വരൂപനായ സഹോദരൻ ആ 5 പേരെ ചേർത്ത് ഈ തടിക്കഷ്ണത്തിൽ പിടിപ്പിച്ചു കിടന്നു. അതിൽ ഒരാൾ എൻ്റെ മാതാവായിരുന്നു. എന്നാൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങളെയും അവരെയും രക്ഷപ്പെടുത്തി കാണുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് എൻ്റെ മാതാവ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ കാലിൽ ആരോ പിടിച്ചു വലിക്കുന്നത് പോലൊരു അവസ്ഥയുണ്ടായി. അങ്ങനെ പെട്ടെന്ന് ആ കുതിറി തിരിഞ്ഞു നോക്കിയ സമയത്താണ് ആ വെട്ടത്തില്, ആ തീയുടെ വെട്ടത്തിൽ കാണുന്നത് അവിടെ സ്രാവ് ഒരു കൂട്ടമായിട്ട് വരുന്നത്. എൻ്റെ മാതാവിന്റെ കാലിന്റെ പല ഭാഗങ്ങളിലും കടിക്കുവാനായിട്ടിടയായി. അങ്ങനെ മാംസം കടിച്ചു പറിച്ചു. അങ്ങനെ വളരെ വേദനയോടെ താന് കാല് ദൈവത്തിൽ നിന്ന് ഒരു ശക്തി ലഭിച്ചു എന്ന് പറയാം, അങ്ങനെ കുതിറി മാറുവാനിടയായി. എന്നാല് പിന്നീട് തന്റെ ഇത് സർവശക്തി ഉപയോഗിച്ച് താൻ കുതിറി മാറിയെങ്കിലും അല്പസമയം കഴിഞ്ഞ് താൻ ചോര വാർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്റെ ബോധം മറയുവാനിടയായി. എന്നാല് എന്താണ് പിന്നീടത്തെ ഒന്നും ഇവരെ അറിയില്ല തന്റെ മാതാവിന്. അങ്ങനെ കർത്താവിനോട് ഇങ്ങനെ ബോധം മറയുന്നതിന് മുമ്പ് താൻ ഇങ്ങനെ പാടിയെന്നാ പറഞ്ഞേ. ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരുക. കാരണം അത് പാടാൻ കാരണം പൂർണ്ണമായിട്ട് ദൈവസന്നിധിയില് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു.
കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ എന്റെ പ്രാണൻ രക്ഷപ്പെട്ടാല് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്തോ എന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് ചെല്ലും. അതല്ല എങ്കിൽ എന്റെ പ്രാണനെ അങ്ങയുടെ അടുക്കിലേക്ക് തിരികെ മടങ്ങി വരും, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്റെ ബോധം പോകുവാനായിട്ട് ഇടയായത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ജപ്പാൻ കപ്പല് അവിടേക്ക് വന്നു, നെറ്റിറക്കി കുറച്ചുപേരെ രക്ഷപ്പെടുത്തിയ കൂട്ടത്തിൽ എന്റെ മാതാവ് ഉണ്ടായിരുന്നു. അങ്ങനെ മാതാവിനെ ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആഴ്ചകളോളം മാതാവ് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, ഈ മുറിവുകൾ ഉണങ്ങാനും എല്ലാം. എന്നാൽ ബോധം തിരിച്ചു വന്നപ്പോഴാണ് തന്നെ ഞെട്ടിക്കുന്നതായ ആ വിവരം അറിയുവാനിടയായത്. തന്റെ 2 പിഞ്ചോമനുകളും ഉപ്പാപ്പന്റെ മകനും ആ തിരമാലകൾക്ക് എവിടെയോ പെട്ടുപോയി എന്നുള്ള വിവരം, മരണപ്പെട്ടു എന്നുള്ള വിവരം അറിയുവാനിടയായി. എന്റെ മാതാവും പിതാവും വളരെയധികം ദുഃഖത്തോടെ ആയിരുന്നു. എന്നാൽ പിന്നീട് ദൈവം ഒരുപാട് ആശ്വസിപ്പിച്ചു. പിന്നീട് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്റെ അമ്മാച്ചൻ മാത്രം അന്ന് രക്ഷപ്പെടുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പിന്നീട് ദൈവം ഞങ്ങളെ 3 പേരെ ദൈവം ദാനമായിട്ട് എന്റെ മാതാപിതാക്കൾക്ക് ദൈവം കൊടുക്കുവാനിടയായി. ഞാനത് ചുരുക്കമായിട്ട് അങ്ങ് പറഞ്ഞ അനുഭവം. കാരണം വളരെ ശക്തമായ ഒരു കാരണം നമുക്കറിയാം, അറബിക്കടലിലെ ആ താഴ്ച 8.5 മണിക്കൂറോളമാണ് എന്റെ മാതാവ് ആ കടലിൽ കിടക്കുവാനിടയായത്. ആഴക്കടലിൽ നിന്ന് ദൈവം കോരിയെടുത്ത് ദൈവം അത്ഭുതകരമായി വിടുവിച്ചതാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് അങ്ങനെ വിടുവിച്ചത് കൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ഹല്ലേലൂയ ഹല്ലേലൂയ അരോമ ടിവിയിലെ പ്രേക്ഷകരോടും ദൈവദാസനോടും ഈ സാക്ഷ്യം പറയുവാൻ ദൈവം സഹായിച്ചത്. അത് ഞാൻ എന്റെ ഈ ഒരു വിഷയം, അത് കഴിഞ്ഞ് കർത്താവ് എനിക്ക് എന്റെ 2 സഹോദരങ്ങളെ എന്റെ മാതാവിന് കൊടുത്തു. ഞാൻ 3ാമതായിട്ട് ഞാൻ ജനിച്ചു. ഞങ്ങൾ 3 പേരും കാരണം എന്റെ 2 സഹോദരങ്ങൾ ഇപ്പൊ ഖത്തറിലാണ്, ഞങ്ങള് ഒമാനിലാണ്. അങ്ങനെ ഞങ്ങള് ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട് ആയിരിക്കുന്നു. പിന്നെ എന്റെ മാതാവും പിതാവും പിന്നെ വർഷങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ദൈവം ഇടയാക്കി. പിന്നീട് പറയുവാനാണെങ്കിൽ ഞങ്ങൾ എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ചെറുപ്പം മുതൽ ഈ ഒരു സാക്ഷ്യം ലോകമെങ്ങും പറയണം, എന്റെ കർത്താവ് വിടുവിച്ച വിധങ്ങളെ കുറിച്ച് പറയണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ അത് ആ കാലയളവിലൊന്നും, ചെറുപ്രായത്തിൽ അങ്ങനെയൊന്നും സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ ഒരു കോവിഡ് കാലയളവില് ഇനി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എന്റെ സാക്ഷ്യം പറയാനും കർത്താവിന്റെ നാമത്തെ ഉയർത്താനും ദൈവം തന്ന പാട്ടുകളും ദൈവം തരുന്ന വചനങ്ങളും പറയാനൊക്കെ ദൈവം സാവകാശങ്ങളെ ഒരുക്കി പുറത്തിറക്കി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സർവ്വമഹത്വം ദൈവത്തിന് കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇതൊരു വലിയ സാക്ഷ്യമായിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന കാരണം അന്ന് എന്തെങ്കിലും സംഭവിച്ചു ഇങ്ങനെ ഒന്ന് പറയുവാൻ പോലും ആരും ഉണ്ടാവുകയില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നുവെന്ന് വചനം പറയുന്നത് പോലെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ ഉപകാരങ്ങള് സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നതുപോലെ എന്മനും യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗം അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനും യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മറക്കാതെ നമ്മൾ അതിനെ ഓർത്ത് പറയണം. മറ്റുള്ളവർ കേൾക്കെ നാം പങ്കുവെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അരോമ ടിവിയിലൂടെ അനേക പ്രിയപ്പെട്ടവർ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ, നടത്തിയ വിധങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസി സൂസൻ ഷാജിയും അതാണ് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ മാതാവിൻ്റെ അത്ഭുതകരമായ ആ ഒരു മടങ്ങിവരവ് അല്ലെങ്കിൽ ആ ഒരു വിടുതല്, അറബിക്കടലിൻ്റെ ആഴങ്ങളിൽ മുങ്ങിപ്പോകാമായിരുന്ന സ്ഥാനത്ത്, സ്രാവിൻ്റെ ആഹാരമായി തീരാമായിരുന്ന സ്ഥാനത്ത്, കൈവിടപ്പെട്ടു പോയ അനേകരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാമായിരുന്ന ആ സ്ഥാനത്ത് ദൈവം അത്ഭുതകരമായി വലയിൽ കോരി ചികിത്സിച്ച് എടുത്ത് ജീവനോടെ ആരോഗ്യത്തോടെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കരുണ തോന്നിയത് ദൈവത്തിൻ്റെ മഹാദയ എന്നല്ലാതെ എന്ത് പറയേണ്ടു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസി സൂസൻ ഷാജി പിന്നത്തേതിൽ ഈ ഭൂമിയിലേക്ക് വരുവാൻ ഒരിടയായി തീർന്നതും അനേക പാട്ടുകൾ എഴുതുവാനും ഇന്നിങ്ങനെ ഒരു സാക്ഷ്യം പറയുവാനും ഒക്കെ ഇടയായി തീർന്നത്. ആ ദൈവത്തിൻ്റെ അത്ഭുതമായ പദ്ധതികൾ, ഒരു ശേഷിപ്പ് എന്നും ദൈവം അതിന് മാറ്റിവെച്ചിരിക്കും. ദൈവത്തിൻ്റെ മഹത്വം ദൈവം മറ്റൊരുത്തിനും വിട്ടുകൊടുക്കുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകും എന്ന് ദൈവം
ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു കുടുംബം, ആ ഒരു വ്യക്തി, ആ ഒരു തലമുറയിൽ ദൈവം ഒരു ശേഷിപ്പ് എപ്പോഴും വച്ചിരിക്കും. അതാണ് കർത്താവിൻ്റെ ദാസി സൂസൻ ഷാജി. ആകട്ടെ, കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോട് ഇനി എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പറയാം. സങ്കീർത്തനം 103:17 പറയുന്ന പോലെ യഹോവയുടെ ദയ എന്നും എന്നേക്കും തന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തില് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കരുണയും അത് മാത്രമാണ് ഞങ്ങൾക്ക് ഉള്ളത്. കാരണം അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഇരുന്ന് ഈ സാക്ഷ്യം പറയാനും അനേകർക്ക് ഈ സാക്ഷ്യം അനേകർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരു അനുഭവത്തിൽ നിന്നാണല്ലോ കാരണം എന്തെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ആശ്വാസമാകുന്നെങ്കിൽ, നമ്മുടെ സാക്ഷ്യം അങ്ങനെ ഒരു വിടുതലാകുന്നെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവം എവിടെ ആക്കിയാലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് അനേക ഇടങ്ങളിൽ വർഷിപ്പ് ചെയ്യാനൊക്കെ ദൈവം ബലപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ശബ്ദം അങ്ങനെ വലിയ മാധുര്യമേ ഒന്നും ഉള്ളായിട്ടല്ല, എന്നാൽ കർത്താവിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാല് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താല് നിറഞ്ഞ് ദൈവത്തെ പാടി സ്തുതിക്കാനും ഒക്കെ ദൈവം ഇടയാക്കുന്നു. ആ അഭിഷേകവും ആ ശക്തിയും ഇല്ലെങ്കിൽ നമ്മളൊന്നുമില്ല, വെറും സീറോയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനൊക്കെ ദൈവം ബലപ്പെടുത്തുന്നു. കർത്താവിൻ തീർച്ചയായിട്ടും വീണ്ടും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ ദാസി സൂസൻ ഷാജി ഇന്ന് അരോമ ടിവിയിലെ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് പങ്കുവച്ചതായ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും ശ്രോതാക്കളായ ഓരോ പ്രിയപ്പെട്ടവർക്കും പ്രചോദനമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ, പ്രതികൂലങ്ങൾ ഇതുപോലെ കടന്നു വരുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടി നമ്മെ ഒന്ന് സ്വയം ശോധന ചെയ്യുവാൻ, പരിശോധിക്കുവാൻ ഇടയായിത്തീരുമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് അതിനായി നമ്മെ സഹായിക്കുവാൻ തക്കൊണ്ട് ഇടയായിത്തീരും. ഇനിയും ജീവിച്ചിരിക്കില്ല, അല്ലെങ്കിൽ ഇനി ഇത്ര കാലമേ ഉള്ളൂ എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ നൂറുകണക്കിന് വ്യക്തികൾ ഇന്ന് ജീവിച്ചിരുന്ന് കർത്താവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ അരോമ ടിവിയിലൂടെ നിങ്ങൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസിയുടെ സൂസൻ ഷാജിയുടെ ജീവിതാനുഭവം നമ്മൾ കേട്ട് കഴിഞ്ഞു. തൻ്റെ ജീവിതത്തിലും ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി താനോട് പങ്കുവച്ചിരിക്കുകയാണ്. അരോമ ടിവിയിലെ ഓരോ ശ്രോതാക്കൾ, ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നം എത്ര സങ്കീർണമായ സാഹചര്യത്തിലൂടെ ആയിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യൂ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരൂ. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ചിലത് ചെയ്തെടുക്കുവാനുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ ഈ അരോമ ടി വി ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുവാൻ തയ്യാറാകും. ദൈവശബ്ദത്തിന് വേണ്ടി ചെവി കൊടുക്കാൻ തയ്യാറാകുമോ? യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളെ പരിഹാരം തരുവാൻ, രോഗക്കിടക്കയിൽ നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളുടെ അനാഥത്വം മാറ്റുവാൻ, നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ദൈവത്തിന് കഴിയും. ആകയാൽ നിങ്ങളുടെ വിഷയം എത്ര സങ്കീർണമായിരുന്നാലും അതിൻ്റെയൊക്കെ നടുവിൽ ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കുന്ന, കൂടെ ഇരിക്കുന്ന, മരണത്തിനപ്പുറത്തേക്ക് നമ്മോടുകൂടെ വരാമെന്ന് അരുളി ചെയ്ത, വാഗ്ദത്തം ചെയ്ത വാഴ്ത്തപ്പെട്ട കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയവാതിൽ ഒന്ന് തുറന്നു കൊടുക്കൂ. കർത്താവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവ് കർത്താവുമായി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ കേൾക്കുന്ന മാത്രയിൽ തന്നെ യേശുവെ അടിയനെ സമർപ്പിക്കുന്നു എന്നൊരു നിമിഷം പ്രാർത്ഥിക്കാം. അതല്ല, നിങ്ങളൊരു ദൈവവേദലാണ്, നിങ്ങൾ ഇപ്പോഴും പ്രതിസന്ധിയുടെ നടുവിൽ കടന്നു പോകുന്നെങ്കിൽ കർത്താവെ അങ്ങയുടെ ഹിതമെന്തോ അത് ചെയ്യുവാൻ കൊണ്ട് ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സൂസൻ ഷാജി അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വാക്ക് ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥിക്കുന്നതായി നമ്മുടെ കണ്ണുകളെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തനുമായ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ,
അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, നല്ല അവസരത്തിന് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ അരോമ ടിവിയുടെ കർത്താവെ, ഹല്ലേലൂയയിലൂടെ കർത്താവെ, അടിയന്റെ സാക്ഷ്യവും അനുഭവങ്ങൾ പറയുവാൻ ദൈവം നൽകി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതിന് കാരണമായി തീർന്ന ദൈവമേ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ ദാനിയേൽ ജോണിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ, തന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. അനേകരിൽ കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അനേകരെ കർത്താവിന്റെ മുമ്പിലേക്ക് എത്തിക്കുവാൻ, ഹല്ലേലൂയ, തന്റെ മകൻ ദൈവമേ ഒരുക്കുന്നതായ ഈ നല്ല കർത്താവെ, ഹല സംരംഭങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, അനേകരെ കർത്താവെ, ഹല്ലേലൂയ, ദൈവം ഒരു സാക്ഷി ഉളവാക്കുന്നു എന്ന് പറയുന്നത് പോലെ കർത്താവെ, കേൾക്കുന്ന അനുഭവങ്ങളും സാക്ഷ്യങ്ങളും അനേകർക്ക് ഒരു വിടുതലായി തീരുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തന്റെ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണമേ അപ്പ. ദൈവമേ, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം കർത്താവ്. വീണ്ടും അനേകർക്ക് ഒരു വിടുതലും അനുഗ്രഹമായി തീരുവാൻ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രത്യേകാല ഈ അരോമ ടിവിയുടെ പ്രേക്ഷകരെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. അടിയനെ കേട്ട കർത്താരെങ്കിലും കർത്താവിനെ, ഹല്ലേലൂയ, രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ ദൈവ സകലതിനും മധ്യായ ദൈവമെന്നറിയുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം കർത്താവെ. ആരെല്ലാം മറന്നാലും കർത്താവെ, മറക്കാത്ത ഒരു ദൈവമാണെന്ന് അറിയുവാൻ, ഹല്ലേലൂയ, അതിന്റെ മക്കൾക്ക് ഇടയാക്കുമാറാകണമേ. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഭാരങ്ങളുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുന്നതിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവമേ അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ നിന്റെ ഭാരങ്ങളെ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തു നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കാത്ത ദൈവമെന്ന് മനസ്സിലാക്കുവാൻ അവരുടെ ജീവിതത്തിൽ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ കർത്താവെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രപ്പ. അവരുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന് സ്തോത്രപ്പ. ഹല്ലേലൂയ, ക്രിസ്തുവിലുള്ള നല്ല പത്രമായി തീരുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും ദൈവം വീണ്ടും ബലപ്പെടുത്തിയാട്ടപ്പച്ച. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, എന്റെ അപ്പച്ചന്റെ വരവേറ്റവും അടുത്തിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കുവാൻ, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രപ്പ. അങ്ങ് നല്ല ഇടയനാകുന്നത് മനസ്സിലാക്കുവാൻ ദൈവമേ, ഓരോ പ്രിയപ്പെട്ടവരെ ദൈവം ഇടയാക്കുമാറാകണമേ കർത്താവെ. ആകയാൽ കർത്താവ്, ബുദ്ധിയുള്ള കന്യന്മാരെ പോലെ ഒരുക്കമുള്ളവരായിരിക്കാൻ ദൈവമേ ഓരോ വ്യക്തി ജീവിതങ്ങളെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാക്കരുതപ്പച്ച. ദൈവമേ, കർത്താവിനെ അറിയാതെ ലോകത്തിന്റെ ഭാഗത്ത് ഏതെങ്കിലും ഭാഗത്തായിരിക്കുന്ന ജീവിതങ്ങളെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു അപ്പച്ച. ഹല്ലേലൂയ, അവര് ദൈവമേ, മാധ്യമങ്ങൾ കൂടിയോ ദൈവദാസന്മാർ കൂടിയോ കർത്താവെ, ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കൂടിയോ ഒക്കെ കർത്താവിനെ അറിയുവാൻ ഒരവസരത്തെ ദൈവം കൊടുത്ത് അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ ആത്മഭാരത്തോടെ കരയുവാൻ പ്രാർത്ഥിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരും ദൈവം ബലപ്പെടുത്തിയാട്ട് അടിയങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളെ കർത്താവെ ദൈവത്തിനു വേണ്ടി, ഹല്ലേലൂയ, നല്ല പത്രമായി തീരുവാൻ, അനേകർക്ക് സൗരഭ്യവാസിനിയായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങയുടെ കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വേല ത്രയിക്കുമ്പോൾ ദൈവമേ, ഹല്ലേലൂയ, ശത്രു ആരെ കാണുവാൻ ഇടയാക്കരുതപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടുത്തെ രക്തവിളക്കോട്ടെ ഞങ്ങളെ സൂക്ഷിക്കണമേ അപ്പ. ദൈവമേ, പ്രത്യാല ഹല്ലേലൂയ, ഈ മിനിസ്ട്രിയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇതെത്തിച്ചെല്ലുന്നിടത്തൊക്കെയും കർത്താവെ, ദൈവമേ, വലിയ വിടുതലായി തീരട്ടെ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ ദൈവം ജീവിക്കുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. അവൻ സൗഖ്യമാക്കുന്ന ദൈവം, അവൻ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ, അവൻ മാറാത്ത ദൈവം എന്നറിയപ്പെടുവാൻ ഓരോ ജീവിതങ്ങളെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇത്രത്തോളം സമയം കർത്താവെ അവിടുന്ന് അനുവദിച്ചു തന്നത് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ. ഹല്ലേലൂയ, സകലതും പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്ന പച്ച. വീണ്ടും ദൈവമേ, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രിയെ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മുന്നോട്ട് കൊണ്ടുപോവാൻ നിന്റെ ദാസനെ, കുടുംബത്തെ, നിന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദൈവം ബലപ്പെടുത്തിയാട്ട് ശക്തീകരിച്ചാട്ട് ദൈവം അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. താങ്ക് യു കർത്താവിന്റെ ആസി സൂസൻ ഷാജി.
വിലപ്പെട്ട സമയങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവചനങ്ങളിലൂടെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിച്ചതിന് കർത്താവിൻ്റെ ദാസിയുള്ളതായ നന്ദിയും സ്നേഹവും ഒരു പ്രാവശ്യം കൂടെ അറിയിച്ചു കൊള്ളുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നും ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യശ്രോതാക്കളുള്ളതായ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അവരും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക, വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഇങ്ങനെ അരോമ ടി വിയിൽ ഒരു അവസരം ലഭിച്ചതിനും അരോമ ടി വിയിലുള്ള എല്ലാ പ്രേക്ഷകർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ ഇന്ത്യ 8759592020. ഇമെയിൽ aromamatrimony2020@gmail.com.